മുഖി ആസന്യാശീപുരം സമാംഗീനസി സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം സ്മൃതിപുരാണാനാം ഭഗവത്പാദ ലോകസങ്കര സങ്കരം സങ്കരാഹരം ശിവസോമാരായ സുപ്രഭാഷകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗം നമോന്യക്തദേഹായ ദക്ഷിണാമൂർത്തയേ തൃതീയാധ്യായം അഞ്ചാം ബ്രാഹ്മണൻ ആദ്യത്തെ മന്ത്രം. അഥഹേനം കഹോലകോഷീതകേയപപ്രച്ഛ യാജ്ഞവൽക്യേതി ഹോവാച യദേവ സാക്ഷാദപരോക്ഷാദ് ബ്രഹ്മ യ ആത്മാ സർവാന്തരഃ തം മേ വ്യജക്ഷേതി യേഷതേ ആത്മസർവാന്തരഃ കതമോ യാജ്ഞവൽക്യ സർവാന്തരോ യോ അശനായ പിപാസേ ശോകം മോഹം ജരാം മൃത്യും അത്യേതി ഏതം വൈതം ആത്മാനം വിദിത്വാ ബ്രാഹ്മണാഃ പുത്രേഷണായശ്ച വിത്തേഷണായശ്ച ലോകേഷണായശ്ച വിദ്ധായ അധ ഭിക്ഷാചര്യം ചരന്തി യഹേവ പുത്രേഷണ സ വിത്തേഷണ യാ വിത്തേഷണ സ ലോകേഷണ ഉഭയഹ്യേതേ യേഷണേ ഏവ ഭവതഃ തസ്മാത് ബ്രാഹ്മണഃ പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസീത് ബാല്യം ച പാണ്ഡിത്യം ച നിർവിദ്യ അധ മുനിഃ അമൗനം ച മൗനം ച നിർവിദ്യ അധ ബ്രാഹ്മണഃ സബ്രാഹ്മണഃ കേന സ്യാത് യേന സ്യാത് തേന ഈദൃശ ഏവ അതോ അന്യത് അർത്ഥം തദോഹ കഹോലകോഷീതകേയ ഉപരരാമ യഥാത് സ്വാഭാവിക വിദ്യ ബ്രഹ്മസ്വരൂപം രജ്ജുശക്തിക ഗുണസ്വരൂപദേവ സേനരൂപേണ വർത്തമാനം കേനചിത് അസ്പൃഷ്ടസ്വഭാവമപി സൻ നാമരൂപകൃതകാര്യകരണോപാദിഭ്യോ വിവേകേന അവധാരിതേ നാമരൂപോപാധിദൃഷ്ടിരേവ ച ഭവതി സ്വാഭാവികി തഥാ സർവോയം വസ്തുന്തരാസ്തിത്വ വ്യവഹാരഃ. വസ്തുന്തര അസ്തിത്വ വ്യവഹാരം എങ്ങനെ സംഭവിക്കുന്നു? സാധാരണ എല്ലാ ജീവന്മാരുടെ അനുഭവമാണ് വസ്തുവന്തര അസ്തിത്വ വ്യവഹാരം. ഇത് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഞാനുണ്ട്, ഇവയുണ്ട്, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെല്ലാം ഉണ്ട് എന്നുള്ള വ്യവഹാരം. അതെങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ടങ്ങനെ ചോദിക്കുന്നു? കാരണം ബ്രഹ്മസ്വരൂപം സ്വേനരൂപേണ വർത്തമാനം കേനചിത് അസ്പൃഷ്ട സ്വഭാവം. ബ്രഹ്മസ്വരൂപം അത് സ്വയം സ്ഥിതമാണ്, അതിനൊന്നുമായിട്ടൊരു ബന്ധമില്ല, അതിനും അന്യമായിട്ടൊന്നുമില്ല.
എങ്കിലും ഇവിടെ പറയുന്നത് സ്വാഭാവിക അവിദ്യ, അതിൽ തന്നെ പ്രകടമാകുന്ന അവിദ്യ. അതാണ് സ്വാഭാവിക അവിദ്യ എന്ന് പറയുന്നത്. ഈ അവിദ്യ എവിടെ നിന്നാണ് വരുന്നത്? സുഷുപ്തിയുടെ കാര്യം പോട്ടെ, അത് നമുക്ക് വ്യവഹരിക്കാൻ കഴിയുന്നില്ല. ജാഗ്രത, അതായത് ഉണർവിലേക്ക് വരുമ്പോൾ, ഇതിനെ ചിന്തിക്കാൻ ഉള്ള ശേഷി വരുമ്പോൾ ഇവിടെ പറയുന്നു താൻ തന്നെ കുറിച്ചറിയുന്നു, ശബ്ദസ്പർശാദി വിഷയങ്ങളെക്കുറിച്ചറിയുന്നു. അവിടെ തന്നെക്കുറിച്ചുള്ള ഇവിടെ പറയുന്ന തരത്തിലുള്ള, ശ്രുതി പറയുന്ന തരത്തിലുള്ള വാസ്തവബോധമില്ല. അതുകൊണ്ട് പറയുന്നു ഞാൻ എന്റെ പരമാർത്ഥ രൂപത്തെ അറിയുന്നു. ഞാനെന്നെ അറിയുന്നുണ്ടത് പരമാർത്ഥ രൂപമല്ല. എന്തുകൊണ്ട്? വികാരങ്ങളോടുകൂടിയാണ് എന്നെ അറിയുന്നത്. സുഖിയും ദുഃഖിയുമായി അറിയുന്നു, ജനിക്കുന്നവനും മരിക്കുന്നവനുമായി എല്ലാം അറിയുന്നു. ഇത് പരമാർത്ഥമാണ്. പരമാർത്ഥം എന്ന് പറയുമ്പോൾ ഇത്തരം വികാരങ്ങളൊന്നും സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ആ ജാഗ്രതത്തിൽ പറയുന്നു ഞാൻ എൻ്റെ പരമാർത്ഥ രൂപത്തെ അറിയുന്നില്ല. അല്ലെങ്കിൽ പറയുന്നു എന്നിൽ അറിവില്ലായ്മയുണ്ട്, ഞാൻ അറിവില്ലാത്തവനാണ്. ഇതാണല്ലോ അവിദ്യ എന്ന് പറയുന്നു. ഈ അറിവില്ലായ്മ ഇതെവിടെ നിന്നാണ് വന്നത്? തന്നിൽ നിന്നാണ് വന്നത്. വേറെ ഒരിടത്തൊന്നും വരാൻ വഴിയില്ല. എന്തുകൊണ്ട്? ഇതിലേക്ക് വരുന്നതിന് മുമ്പ് താൻ ഏകനായിരുന്നു, അദ്വൈതനായിരുന്നു, അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ആ ഒരു സ്ഥിതിയിൽ നിന്നാണ് താൻ ഈ ജാഗ്രതത്തിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ അവിദ്യ അത് വരുന്നുണ്ടെങ്കിൽ തന്നിൽ നിന്ന് തന്നെയാണ്, മറ്റൊന്നിൽ നിന്നാണ്. അതോടൊപ്പം വരുന്നു എന്താണോ, താൻ തന്റെ പരമാർത്ഥ സ്ഥിതി അറിയുന്നില്ലെന്ന് മാത്രമല്ല, ഇതാ ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഈ ശബ്ദാദി വിഷയങ്ങളെ ഗ്രഹിക്കുന്നവനാണ്, പിന്നെ കർത്താവാണ്, ഭോക്താവാണ്, കർമ്മം ചെയ്യുന്നവനാണ്, ഫലം അനുഭവിക്കുന്നവനാണ്, പിന്നെ സുഖിയാണ്, ദുഃഖിയാണ്, നാനാതരത്തിലുള്ള ഈ അവിദ്യ, വിപരീയ രൂപത്തിലുള്ള ഈ അവിദ്യ. ഒന്ന് എന്റെ പരമാർത്ഥ സ്വരൂപത്തെ അറിയുന്നില്ല എന്നുള്ള അവിദ്യ. മറ്റൊന്ന് നാനാ രൂപത്തിലുള്ള ഈ അനുഭവങ്ങൾ, അത് തന്റെ ശരീരം, ശരീരബാഹ്യമായി പ്രപഞ്ചം, ഇതെല്ലാം എവിടെ നിന്ന് വന്നു? ഈ അനുഭവങ്ങളെല്ലാം തന്നിൽ നിന്ന് തന്നെ വന്നത്. അല്ലാതെ എന്തുകൊണ്ട് തന്നിൽ നിന്ന് വന്നു എന്ന് പറയുന്നു? കാരണം താൻ ഏകനായിരുന്ന സ്ഥലത്ത് നിന്നാണ്, അദ്വൈനായിരുന്ന സ്ഥലത്ത് നിന്നാണ് ഈ ജാഗ്രതത്തിലേക്ക് വരുന്നത്. ഇത് വരാൻ വേറെ ഇടം ഉണ്ടായിരുന്നില്ല. അവിടെ താനും മറ്റൊരാളും ഉണ്ടായിരുന്നെങ്കിൽ ശരി, മറ്റൊരു സ്ഥലത്ത് നിന്ന് വന്നെന്ന് പറയാം. ഇതെല്ലാം അസ്തമിച്ച് ഇരുന്ന തന്നിൽ നിന്നും ഇതെല്ലാം വരുന്നു. അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് ഇത് സ്വാഭാവിക, ഇത് തന്നിൽ നിന്ന് തന്നെ പ്രകടമാകുന്നതാണ്. അങ്ങനെ ഇത് അനുഭവിക്കുമ്പോൾ ഇതിന്റെ ആദി, ഇതിന്റെ അന്തം മറ്റൊരു തരത്തിലും നമുക്ക് നിശ്ചയിക്കാൻ വയ്യ. ഇതെല്ലാം എപ്പോഴാണ് അവസാനിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതെപ്പോഴാണ് ഉണ്ടായത്? ഈ ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ. ഇത് അവസാനിക്കുന്നപ്പോൾ, ജാഗ്രത അവസാനിക്കുമ്പോൾ ഇത്രേ പറയാൻ പറ്റും. അതിനപ്പുറമൊന്നും നമുക്ക് ചിന്തിക്കാൻ വയ്യ. ജാഗ്രതത്തിലേക്ക് വന്നപ്പോൾ ഇതെല്ലാം ഉണ്ടായി. അപ്പോൾ ജാഗ്രത അവസാനിക്കുമ്പോൾ ഇതെല്ലാം അവസാനിക്കും. വീണ്ടും ജാഗ്രതത്തിലേക്ക് വരുന്നു, ഇത് പ്രകടമാകുന്നു. വീണ്ടും ജാഗ്രത അവസാനിക്കുന്നത് അവസാനിക്കുന്നു. അങ്ങനെ ഇതെല്ലാം തന്നിൽ നിന്ന് തന്നെ വന്നതുകൊണ്ട് ഇപ്പൊ താനെന്താണ് ഇവിടെ പറയുന്നത്? താൻ പരമാർത്ഥ വസ്തുവാണ്. അങ്ങനെ ആ പരമാർത്ഥ വസ്തുവായ തന്നിൽ നിന്നെല്ലാം വന്നതുകൊണ്ട് ഇത് സ്വാഭാവികമായിരിക്കുന്നു. അതുകൊണ്ടാണ് സ്വാഭാവികം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ സ്വരൂപത്തെയാണ് സ്വഭാവം എന്ന് പറയുന്നത്. സ്വരൂപത്തിൽ നിന്ന് വന്നത്, തന്നിൽ നിന്ന് വന്നത്, തന്റെ പരമാർത്ഥ രൂപത്തിൽ നിന്ന് തന്നെയാണ് പ്രകടമായത്. അല്ല പരമാർത്ഥ രൂപത്തിൽ നിന്ന് ഇതൊക്കെ എങ്ങനെ പ്രകടമാകും എന്ന് ചോദിക്കും.
പരമാർത്ഥ രൂപമാണ് വാസ്തവത്തിലുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും പ്രകടമാകുന്നെങ്കിൽ അവിടെ നിന്ന് തന്നെ പ്രകടമാകണം. രണ്ടാമതൊന്നില്ലല്ലോ പ്രകടമാകാൻ. പരമാർത്ഥമല്ലാതെ രണ്ടാമതൊന്നുകൂടി ഉണ്ടെങ്കിൽ പറയാം ഇതാ പരമാർത്ഥത്തിൽ നിന്നല്ല അന്യമായ മറ്റെന്തോ നിന്നാണ് വന്നതെന്ന് പറയാം. ഇതങ്ങനെയല്ല. ഇവിടെ അസ്തിത്വമുള്ളത്, പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നത് തന്റെ സ്വരൂപമാണ്. അതുകൊണ്ട് ഇതെല്ലാം പ്രകടമാകുന്നത് സ്വസ്വരൂപത്തിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ പറയുന്നു. ഇത് ബ്രഹ്മസ്വരൂപം, സ്വസ്വരൂപം എന്ന് വെച്ചാൽ പരമാർത്ഥരൂപം സ്വേനരൂപേണ വർത്തമാനം. അത് സ്വയം പരമാർത്ഥരൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുകയാണ്. കേനജിത് അസ്പൃഷ്ട സ്വഭാവം. ഈ ജാഗ്രതത്തിൽ അനുഭവപ്പെടുന്ന ഇതൊന്നുമായിട്ടും അതിന് യാതൊരു ബന്ധവുമില്ല. ഈ അറിവില്ലായ്മയുമായിട്ടോ അല്ലെങ്കിൽ ഈ അറിവുമായിട്ടോ. ജാഗ്രതത്തിലെ അറിവുമായിട്ടും അറിവില്ലായ്മയുമായിട്ടും അതിന് യാതൊരു ബന്ധവുമില്ല. അത് ഒരു ബന്ധമില്ല എന്ന് പറയുന്ന എന്തുകൊണ്ട്? അജ്ഞോഹം എന്നുള്ള അനുഭവം അതിന് മുമ്പുണ്ടായിരുന്നില്ല. ഞാൻ ശരീരമാണെന്നുള്ള അനുഭവം അതും മുമ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ടിത് അസ്പൃഷ്ട സ്വഭാവമാണെങ്കിലും ഇതെല്ലാം പ്രകടമാകും. അങ്ങനെ പ്രകടമാകുമ്പോൾ എന്താണ് ഇതിനെ വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. ഈ ജാഗ്രത വരുമ്പോൾ നമ്മൾ വേർതിരിച്ചറിയുന്നു വിവേകം കൊണ്ട്, തത്വശ്രവണം കൊണ്ട്, മനനം കൊണ്ട് അതിനെ വേർതിരിച്ചറിയുന്നു. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നാമരൂപ ഉപാധി ദൃഷ്ടിരേവ ച ഭവതി സ്വാഭാവികി. ആ സ്വാഭാവികമായ അവന്റെ സഹജമായ സ്ഥിതി തന്നെ തുടരും. സഹജമായ സ്ഥിതി എന്താണ്? ഞാൻ അജ്ഞനാണ്, ഞാൻ ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു, ശരീരത്തെ അനുഭവിക്കുന്നു എന്നുള്ള സഹജമായ സ്ഥിതി. ഇത് സഹജമാണ്. എങ്ങനെയാണോ തന്റെ സ്വരൂപം പരമാർത്ഥ സഹജമായിരിക്കുന്നത്, അതുപോലെ ഈ ജാഗ്രതത്തിൽ എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ ഇതെല്ലാം സഹജമാണ്, സ്വാഭാവികമായ അനുഭവങ്ങളാണ്. അങ്ങനെ ഉള്ളതുകൊണ്ട് തഥാ സർവോയും സർവജീവന്മാരും, ഒരു ജീവനിവിടെ കൃത്രിമമായിട്ടൊന്നും ചെയ്യുന്നില്ല, സർവജീവന്മാരും വസ്തുന്തര അസ്തിത്വ വ്യവഹാരം പറയുന്നു. പരമാർത്ഥമായ തന്റെ സ്വരൂപത്തിൽ നിന്നും അന്യമായി അജ്ഞാനം തുടങ്ങി സർവത്തെയും വസ്തുന്തരങ്ങൾ എല്ലാം ഉണ്ട് എന്ന് വിവരിക്കുന്നു. വാസ്തവത്തിൽ ഉണ്മ തനിക്ക് മാത്രമാണ്. പക്ഷെ തന്റെ സഹജമായിരിക്കുന്ന ഉണ്മയെ മറ്റ് നാമരൂപങ്ങളിലേക്ക് ആരോപിച്ചിട്ട് സഹജമായി തന്നെ വിവരിക്കുന്നു. അസ്തിത്വ വ്യവഹാരം അതുണ്ട് ഇതുണ്ടെന്ന് വ്യവഹരിക്കുന്നു എന്നർത്ഥം. അപ്പൊ ഇവിടെ എന്താ പിന്നെ വ്യത്യാസം വരുന്നത്? ഈ തത്വത്തെ ഗ്രഹിക്കുന്നവൻ ഇതിനെ വേർതിരിച്ചറിയുന്നു. ഇത്രയേ ഉള്ളൂ. ഇത് കേവലം നാമരൂപ ഉപാധികൃതമാണ് ഈ വ്യവഹാരം. ഇതിന് അസ്തിത്വമില്ല, സ്വതന്ത്രമായ അസ്തിത്വമില്ല. തന്റെ സഹജസ്ഥിതി എന്ന് പറയുന്നത് ഇതല്ല. തന്റെ സഹജസ്ഥിതി എന്ന് പറയുന്നത് പരമാർത്ഥമാണ്. പരമാർത്ഥ തത്വമാണ് തന്റെ സഹജസ്ഥിതി. അതിൽ കുറിച്ചുള്ള വിവേകം എന്ന് പറയുന്ന ബോധം ഇല്ലാത്തതുകൊണ്ട് ഈ നാമരൂപ വ്യവഹാരങ്ങളെ താൻ സഹജമായി കരുതിപ്പോരുകയാണ്. അതുകൊണ്ട് അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അവന് ഈ വ്യവഹാരം സഹജമായതുകൊണ്ട് ഇക്കാര്യത്തിലൊരു സംശയമില്ല. ഈ ശരീരം സത്യമാണെന്നുള്ള കാര്യത്തിലോ പ്രപഞ്ച സത്യമാണെന്നുള്ള കാര്യത്തിലോ അജ്ഞനെ സംബന്ധിച്ച് യാതൊരു സംശയമില്ല. എന്തുകൊണ്ട്? അത് സഹജമാണ് അവനെ സംബന്ധിച്ച്. പക്ഷേ തത്വശ്രവണം കൊണ്ടാണ് സംശയം വരുന്നത്. ഇതെങ്ങനെ സംഭവിക്കും? ഇത് സത്യമാണോ അസത്യമാണോ? എന്താണ് സത്യം? ഇതെവിടെ നിന്ന് വന്നു? തുടങ്ങിയ സംശയങ്ങൾ അവിടെ മൂലം ഉണ്ടാകും. അല്ലെങ്കിൽ അത്തരം സംശയങ്ങൾ ഉണ്ടാകാനുള്ള അവസരങ്ങളൊന്നുമില്ല. പരമാർത്ഥത്തെക്കുറിച്ച് ശ്രവിക്കുമ്പോൾ സംശയം വരും. അതുകൊണ്ട് ഈ മിഥ്യാവ്യവഹാരം ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അസ്ഥിചായം ഭേദകൃതവും മിഥ്യാവ്യവഹാരവും യേശാം ബ്രഹ്മതത്വാ അന്യത്വേന വസ്തുവിദ്യത യേശാം ജന്നാസ്തി. ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അസ്ഥിചായം ഭേദകൃതവും മിഥ്യാവ്യവഹാരം.
ഭേദകൃതമായ ഈ മിഥ്യാവ്യവഹാരം ഇതാർക്കാ ഉള്ളത്? ജ്ഞാനിക്കാണോ അതോ അജ്ഞാനിക്കാണോ? ഭേദകൃതമായ മിഥ്യാവ്യവഹാരം. കാരണം ഭേദം ഉണ്ടായാലേ മിഥ്യാവ്യവഹാരം സംഭവിക്കും. ഞാൻ, എന്റേത്, അല്ലെങ്കിൽ ഇത് എന്നുള്ള ഭേദം പറഞ്ഞു. ഞാനെന്നും ഇതും എന്നുള്ളതാണ് മുഖ്യമായ ഭേദം. ഞാനെന്ന് എന്നെ കുറിച്ച് പറയുന്നു, എന്നിട്ട് പറയുന്നു ഇത് എന്നെന്റെ ശരീരത്തെ പറയുന്നു, പ്രപഞ്ചത്തെ പറയുന്നു. അവിടെ ഭേദത്തെ ഉണ്ടാക്കുന്നു. നീ എന്ന് പറയുന്നു, അവിടെ ഭേദത്തെ ഉണ്ടാക്കുന്നു. അപ്പൊ ഞാനെന്നും ഇതെന്നും എന്റേതെന്നും നീയെന്നും ഇങ്ങനെയുള്ള ഈ ഭേദത്തെ ആശ്രയിച്ചുള്ള മിഥ്യാവ്യവഹാരം, മിഥ്യാജ്ഞാനം. കാരണം പരമാർത്ഥത്തെ അറിയുന്നവൻ ഈ വ്യവഹാരത്തെ മിഥ്യാവ്യവഹാരം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? ഇത് ഭേദത്തെ ആശ്രയിച്ചായതുകൊണ്ട്. മിഥ്യാവ്യവഹാരം എന്താണ്? ഞാൻ, എന്റേത്, ഞാൻ, ഇത് എന്നുള്ള ഈ അറിവ്, ഈ വാക്ക്, ഇതിനെ ആശ്രയിച്ചുള്ള പ്രവൃത്തികൾ. ഇത് ശരീരം, എന്റെ ശരീരം എന്നറിയുമ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്. അത് പ്രവൃത്തിയാണ്. ഈ ഭേദബോധത്തെ ആശ്രയിച്ചുള്ള ഒരു പ്രവൃത്തിയാണ് ഭക്ഷണം കഴിക്കുക തുടങ്ങിയ എല്ലാ പ്രവൃത്തിയും. നടക്കുക, ഇരിക്കുക, ഉടുക്കുക, കിടക്കുക, ഉറങ്ങുക, ഉണ്ണുക, ഉണരുക, എല്ലാ പ്രവൃത്തികളും. ഇതാണ് മിഥ്യാവ്യവഹാരം. എന്തുകൊണ്ട്? ഭേദബുദ്ധിയുള്ളതുകൊണ്ട്. അപ്പൊ ആ മിഥ്യാവ്യവഹാരത്തിന് ഭേദബുദ്ധി ആവശ്യമാണ്. ഈ വ്യവഹാരം പരമാർത്ഥമാണ്. അപ്പോ ഈ വ്യവഹാരം ആർക്കാണ്? തത്വജ്ഞനാണോ അതേ അജ്ഞനാണോ എന്നാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും പറയും അജ്ഞനാണോ എന്ന് പറയും. അതിന് ഭാഷകാരൻ പറയും യേഷാം ബ്രഹ്മതത്വാത് അന്യത്വേന വസ്തുവിദ്യതേ. ബ്രഹ്മതത്വത്തിൽ നിന്ന് അന്യമായി ആർക്കാണോ വസ്തുക്കളുള്ളത്, സ്വതത്വത്തിൽ നിന്നും എന്നുവെച്ചാൽ സ്വസ്വരൂപത്തിൽ നിന്നും അന്യമായി ശരീരം, മനസ്സ്, ഇന്ദ്രിയം, കർണങ്ങൾ, പ്രപഞ്ചം തുടങ്ങിയ വസ്തുക്കൾ ഉണ്ട് എന്ന് കരുതുന്നു, അവനുണ്ട് ഈ മിഥ്യാവ്യവഹാരം. അങ്ങനെ ഭേദം കൊണ്ടുള്ള മിഥ്യാവ്യവഹാരം. ശരി, അങ്ങനെ ഒരാൾ കരുതുന്നില്ല, തന്നിൽ നിന്ന് അന്യമായി ഒരു വസ്തുവുമില്ല, ഭേദബുദ്ധിയില്ല അയാൾ, സർവവും സ്വസ്വരൂപം തന്നെ. അയാൾക്ക് ഈ ഭേദം കൊണ്ടുള്ള മിഥ്യാവ്യവഹാരം ഉണ്ടാകുമോ? യേശാഞ്ചനാസ്തി, അവർക്കുണ്ടെന്നാണ്. യേശാം ബ്രഹ്മതത്വാത് അന്യത്വേന വസ്തുവിദ്യത. ആർക്കാണോ സ്വരൂപത്തിൽ നിന്ന് അന്യമായി വസ്തുവുള്ളത്, യേശാഞ്ചനാസ്തി, ആർക്കാണോ അങ്ങനെ ഇല്ലാത്തത്, തന്നിൽ നിന്ന് അന്യമായി ഒന്നും ഇല്ല എന്ന് കരുതുന്നത്, രണ്ടു കൂട്ടർക്കും എന്താണ്? ഭേദകൃതമായ മിഥ്യാവ്യവഹാരം ഉണ്ട് എന്നാണ്. ഞാൻ, നീ, ഞാൻ, എന്റേത്, ഞാൻ, ഇത് എന്നുള്ള ഭേദത്തെ ആശ്രയിച്ചുള്ള മിഥ്യാവ്യവഹാരങ്ങൾ, വ്യവഹാരങ്ങൾ ഈ തത്വബോധമുള്ളവനും ഇല്ലാത്തവനും രണ്ടുപേർക്കും ഉണ്ടെന്നാണ്. അത് ആണ് തത്വജ്ഞാനത്തിൽ വിശേഷമായി മനസ്സിലാക്കേണ്ട കാര്യം. തത്വജ്ഞാനത്തിൽ ചോദിക്കും എന്താ ഭേദമോ? ഭേദത്തെ ആശ്രയിച്ചുള്ള പരമാർത്ഥമല്ലാത്ത വ്യവഹാരം അതെങ്ങനെ സംഭവിക്കും എന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത് തത്വജ്ഞാനം എന്ന് പറയുന്നത് കാരകമല്ല, അത് കേവലം ജ്ഞാപകമാണ്. അതെപ്പോഴും ഭാഷ്യകാരൻ പറയുന്നത് അതുകൊണ്ടാണ്. ഈ ഭേദം കൊണ്ടുണ്ടാകുന്ന മിഥ്യാവ്യവഹാരത്തെ ഇല്ലാതാക്കുന്നതിനുള്ള ഒരു മാജിക്കും തത്വജ്ഞാനത്തിലില്ല. അപ്പോൾ മിഥ്യാവ്യവഹാരം എന്ന് പറയുന്നത് എന്താണ്? ഈ ഭ്രാന്തമായ വ്യവഹാരം, ഈ ഭേദങ്ങളെ ആശ്രയിച്ചുള്ള വ്യവഹാരം. അത് ഈ ഭ്രാന്തി ഇല്ലാത്തവനും ഉണ്ടാകും, തത്വത്തെ ഗ്രഹിച്ചവനും ഉണ്ടാകും. തത്വത്തെ ഗ്രഹിച്ചവനും അവന്റെ വ്യവഹാരവും പരമാർത്ഥമല്ല.
വ്യവഹാരമുണ്ടോ അത് മിഥ്യയാണ്. ആ പരമാർത്ഥ ദൃഷ്ടിയിൽ അവൻ ഭേദബുദ്ധിയില്ല. പിന്നെ എങ്ങനെ വ്യവഹാരം? അവനിൽ വ്യവഹാരമുണ്ടോ അവിടെ ഭേദബുദ്ധിയുണ്ട്. ഭേദജ്ഞാനം അതാണ് പറഞ്ഞിരിക്കുന്നുണ്ട്. ഭേദകൃതമായ വ്യവഹാരം. ഭേദം എന്ന് പറയുന്നത് എന്താണ്? ഈ ഭേദബുദ്ധി. ഞാൻ വേറെ നീ വേറെ എന്നുള്ള ഭേദബുദ്ധി. അപ്പൊ തത്വജ്ഞാനം കൊണ്ട് ഈ ഭേദബുദ്ധി മാറിപ്പോകത്തില്ലേ? ഇല്ല. എന്തുകൊണ്ട്? തത്വജ്ഞാനം എന്ന് പറയുന്നത് കേവലം ജ്ഞാപകമാണ്. വെളിച്ചം വന്ന എന്താ അവിടെ സംഭവിക്കുന്നത്? മുമ്പ് വെളിച്ചമില്ലായ്മയായിരുന്നു, അത് മാറി വെളിച്ചം വന്നു. വെളിച്ചം വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു? ഓരോ വസ്തുക്കളെയും വേറെ വേറെ അത് കാണിച്ചു തരുന്നു. ഇതിന്നതാണ്, ഇതിന്നതാണ്, ഇതിന്നതാണ്. പക്ഷെ എല്ലാ വസ്തുക്കളിലും വെളിച്ചമാണ്. വെളിച്ചം എല്ലാ വസ്തുക്കളെ സംബന്ധിച്ചും ഒരുപോലെയാണ്. പുസ്തകത്തെ സംബന്ധിച്ചാലും ശരി, മേശയെ സംബന്ധിച്ചാലും ശരി, മറ്റ് ഏതെല്ലാം രൂപമുള്ള വസ്തുക്കളുണ്ടോ അതിനെല്ലാം തുല്യമാണ് വെളിച്ചം. വെളിച്ചത്തിന് പക്ഷഭേദമില്ല. പക്ഷേ ആ വെളിച്ചം ഒന്നിന്ന് ഓരോന്നിനെയും വേറെ വേറെ കാണിക്കുകയാണ്. ഇത് പുസ്തകമാണ്, ഇത് പേനയാണ്. അപ്പം വെളിച്ചം തുല്യമായിരിക്കുന്നു, എല്ലാത്തിനും ഒരുപോലെ ആയിരിക്കുന്നു. അതുകൊണ്ട് വെളിച്ചത്തിന് ഇതിനെല്ലാം അഭേദമാക്കാൻ പറ്റത്തില്ല. അത് വെളിച്ചത്തിന്റെ ജോലിയല്ല. എന്തുകൊണ്ട്? വെളിച്ചത്തിന്റെ ജോലി എന്ന് പറയുന്ന ഒരു വസ്തു എങ്ങനെയോ അതിനെ അതുപോലെ പ്രകാശിപ്പിക്കും. അല്ല, രണ്ട് വസ്തുക്കളിൽ വെളിച്ചം ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് രണ്ടിനെ സംബന്ധിച്ച് ഒരു ജ്ഞാനത്തെ ഉണ്ടാക്കുക. രണ്ടും രൂപമാണല്ലോ. പുസ്തകവും ഒരു ആകൃതിയാണ്, പേനയും ഒരു ആകൃതിയാണ്. വെളിച്ചം രണ്ടിനും ഒരുപോലെ ഇരിക്കും. അപ്പോൾ വെളിച്ചം രണ്ടിനും കൂടെ ചേർത്ത് ഒന്നാക്കും. അത് കഴിവില്ല. പക്ഷേ വെളിച്ചം രണ്ടിനും ഒരുപോലെയാണ്, തുല്യമായിരിക്കും. അപ്പോൾ ആ വസ്തുവിന്റെ ഭേദത്തെ വെളിച്ചത്തിന് നിരാകരിക്കാൻ കഴിയില്ല. പക്ഷെ വെളിച്ചം അവിടെ ഒന്ന് ചെയ്യുന്നു. എന്താണ്? അതുവരെ ഉണ്ടായിരുന്ന അറിവില്ലായ്മയെ അത് മാറ്റുന്നു. എന്നിട്ട് വസ്തു എങ്ങനെയോ അതുപോലെ അതിനെ പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് തത്വജ്ഞാനം. തന്റെ പരമാർത്ഥ സ്വരൂപം എന്താണോ, പ്രപഞ്ചത്തിന്റെ പരമാർത്ഥ സ്വരൂപം എന്താണോ, ഇന്നതാണെന്നത് ബോധിപ്പിക്കുന്നു. അത് സത്താണ്, അറിവാണ് എന്നത് ബോധിപ്പിക്കുന്നു. പ്രപഞ്ചത്തിലുള്ള ഈ ഭേദം, നാമരൂപങ്ങളിലുള്ള ഭേദം, ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളിലുള്ള ഈ ഭേദം, ആ ഭേദത്തെ അതിന് നിരാകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അതിനൊന്നും ചെയ്യുന്നതിന് ശേഷിയുള്ള കാര്യമില്ല, ശക്തമായൊരു കാര്യമില്ല. എന്തുകൊണ്ടത് കാരകം അല്ല. ഇവിടെ ബാഹ്യമായി കാണുന്ന ഈ നാമരൂപങ്ങളിൽ എന്തെങ്കിലും മറിമായം സൃഷ്ടിക്കാൻ ഉള്ള ശേഷി തത്വജ്ഞാനത്തിനില്ല. പക്ഷെ നമ്മൾ സാധാരണ ധരിക്കുന്നത്, നമ്മളല്ല ഇതിനെക്കുറിച്ച് വിചാരം ചെയ്യാറ്, അവർ ധരിക്കുന്ന എന്താണ്? ഈ തത്വജ്ഞാനം വരുമ്പോൾ എല്ലാം കൂടി അഭേദമായി പോകും. ചില ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പഞ്ചസാര അതൊരു നാമമുള്ള ഒരു വസ്തുവാണ്. നാമരൂപമുണ്ടെന്ന് പറയും. അങ്ങനെ പാലിലേക്ക് കലക്കും. പാലിലേക്ക് കലക്കി കഴിഞ്ഞാൽ പിന്നെ പഞ്ചസാര എന്ന് പറയുന്ന പ്രത്യേക ഒരു വസ്തു നിലനിൽക്കുന്നില്ല. പിന്നെ അവിടെ ശേഷിക്കുന്ന എന്താണ്? പാല് മാത്രം. പഞ്ചസാരയും പാലുമായിട്ട് അഭേദമായി എന്ന് പറയും. പിന്നെ അവിടെ രണ്ടെന്നുള്ളതില്ല. അവിടെ നമുക്ക് പറയാം അഭേദ വ്യവഹാരം. പഞ്ചസാര, പാല് എന്ന് ചക്ഷുരേന്ദ്രിയത്തിന് വിഷയമാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വേർതിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. കണ്ണുകൊണ്ട് നമുക്ക് വേർതിരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടത് അഭേദമായി പോയി. പഞ്ചസാരയും പാലും ഒന്നായിപ്പോയി. കണ്ണുകൊണ്ട് ഇതിനെ വേർതിരിക്കാൻ കഴിയും. എത്ര ശക്തിയുള്ള കണ്ണായാലും ശരി, എത്ര സമർത്ഥനായ വ്യക്തിയായാലും ശരി, അയാൾക്ക് ആ രണ്ട് വസ്തുക്കൾ അഭേദമായി കഴിഞ്ഞാൽ പിന്നെ രണ്ടാക്കി വേർതിരിച്ച് കണ്ണുകൊണ്ട് പറ്റത്തില്ല. വേറെ പണി നോക്കണം, അതിന് വേറെ ആക്കണമെന്ന്. അതുപോലെ ഇവിടെ തത്വബോധം പറയുന്നത് എന്താണ്? എല്ലാം ഒന്നാണ് എന്നാണ്. എല്ലാം ഒരേ ഒരു അറിവാണ്, ബോധമാണ്. അങ്ങനെ ആ തത്വബോധം കൊണ്ട് ഈ നാമരൂപങ്ങളെല്ലാം അതാതിന്റെ രൂപങ്ങളെ വിട്ടിട്ട് എല്ലാം ആ അറിവായിരിക്കും, എന്നുവെച്ചാൽ അറിവായി അനുഭവപ്പെടും എന്നാണ്. ഇതാണൊരു തെറ്റിദ്ധാരണ. അങ്ങനെ എല്ലാം അറിവായി അനുഭവപ്പെടുകയാണെങ്കിൽ ഒരാൾക്ക് ഇതെല്ലാം അറിവാണ്, എന്നുവെച്ചാൽ
നാമവുമില്ല, രൂപവുമില്ല. ഇവിടെ പുസ്തകമില്ല, മേശയില്ല, ബോധവുമില്ല. പിന്നെ അയാളുടെ ബോധത്തിൽ എന്താണോ നിൽക്കുന്ന അറിവെന്ന് പറയുന്ന ഒന്ന് മാത്രം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭേദകൃതമായ മിഥ്യാവ്യവഹാരം ഇല്ല. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ പാലിൽ പഞ്ചസാര അലിഞ്ഞ് പാലായതുപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് പാലാണ്, ഇത് പഞ്ചസാരയാണെന്ന് ഉള്ള പിന്നെ ആ പഞ്ചസാര എടുക്കാനോ പാലിൽ കലക്കാനോ ഒന്നും സാധ്യമല്ല. അതുപോലെ ഈ നാമരൂപങ്ങളെല്ലാം ആ ശ്രോതാവിന് കേവലം അറിവായി അനുഭവപ്പെടുന്നു. എന്ന് വെച്ചാൽ നാമമായിട്ടോ രൂപമായിട്ടോ അനുഭവപ്പെടുന്നില്ല. ഇവിടെ അനുഭവത്തിൽ കേവലം അറിവായി അനുഭവപ്പെടുകയാണെങ്കിൽ അവിടെ ഭേദമില്ല. ഭേദമില്ലെങ്കിൽ ഭേദകൃതമായ വ്യവഹാരമില്ല. പിന്നെ അയാൾക്ക് ഉപദേശിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? താനറിവ്, സർവവും അറിവ്. ആരോട് ഉപദേശിക്കുക? ഉപദേശിക്കാനുള്ള കരണങ്ങളില്ലാതെ അറിവായി. ഉപദേശം എന്ന് പറയുന്ന ശബ്ദ വ്യാപാരം അതില്ലാതെ അറിവായി. ഒരു തരത്തിലുമുള്ള ഭേദമില്ല. സർവഭേദവും പോയിട്ടെന്തായി? കേവലം അറിവ് മാത്രമായി. ഉപദേശം സാധ്യമല്ലാതെ വരും. തത്വജ്ഞാനം അങ്ങനെ വസ്തുക്കളിലുള്ള ഭേദത്തെ ഇല്ലാതാക്കി ഈ വസ്തുക്കളെല്ലാം ആ ജ്ഞാനത്തിൽ ലയിപ്പിക്കുന്ന ഒരു സാധനമല്ല. അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. ചില അദ്വൈത ഗ്രന്ഥങ്ങളിലൊക്കെ പറയും, എനിക്ക് ബോധമുണ്ടായപ്പോൾ എല്ലാം പരിസരമെല്ലാം മറന്നുപോയി, എല്ലാം പോയി, എല്ലാം ലയിച്ച് ഞാനെന്തോ എവിടേക്ക് പോയി, പിന്നെ എനിക്ക് വ്യവഹാരം സാധ്യമല്ലാതെ വന്നു. വ്യവഹാരം അസാധ്യമായി തീർന്നു. പിന്നെ എന്താണ് ഞാൻ എന്താണെന്നുള്ളത്? കേവലം അറിവായിപ്പോയി എന്ന് പറയും. കേവലം അറിവായി വ്യവഹാരം അസാധ്യമായി വരുന്നതിന് തത്വജ്ഞാനത്തിന്റെ ആവശ്യമില്ല. ഉറങ്ങിയാൽ മതി. ഇത്രയും പാടുപെട്ട് തത്വജ്ഞാനം നേടേണ്ട കാര്യമില്ല. അവിടെ എന്താണ്? ഉറക്കത്തിൽ എന്തെങ്കിലും ഭേദകൃതമായ മിഥ്യാവ്യവഹാരമുണ്ടോ? ഇല്ല. അവിടെ ഗുരുവില്ല, ശിഷ്യനില്ല, ശാസ്ത്രമില്ല, ബ്രഹ്മജ്ഞാനമില്ല, അജ്ഞാനമില്ല, യാതൊന്നുമില്ല. അവിടെ പറയാൻ എന്താണ്? കേവലമായ അറിവ് മാത്രം. പക്ഷെ അത് തത്വജ്ഞാനം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഈ അജ്ഞാനം നിലനിൽക്കുക തന്നെ, ഈ ജാഗ്രതത്തിലെ ഈ അജ്ഞാനം നിലനിൽക്കുക തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് അജ്ഞന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു എല്ലാം അറിവായി മാറുക, എല്ലാത്തിനെയും അറിവായി അറിയുക, ഭേദത്തെ എല്ലാം നിരാകരിക്കുക, അങ്ങനെ ഒരു അനുഭവത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. പിന്നെ അങ്ങനെ ഒരു ഈ പറയുന്ന എന്താണോ, ഇങ്ങനെ ചിലടത്തൊക്കെ പറഞ്ഞിരിക്കുന്നു എല്ലാം അറിവായി മാറി, ചിലർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നൊക്കെ പറയുന്നു. അതിന് നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ്? അത് മനസ്സിന്റെ ഒരു അവസ്ഥാന്തരം. ഇപ്പോ ഈ ജാഗ്രത പ്രപഞ്ചം ഇങ്ങനെ നാമരൂപാത്മകമായി തന്റെ മുന്നിൽ ഇരിക്കെ തന്നെ മനസ്സ് മനോരഥത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും വിശേഷമായ ആനന്ദത്തെ അനുസന്ധാനം ചെയ്തോ, എന്തെങ്കിലും തീവ്രമായ ദുഃഖത്തെ അനുസന്ധാനം ചെയ്തോ, മനസ്സ് മനോരഥത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം അപ്രത്യക്ഷമാണ്. അപ്പോൾ മനസ്സിൽ ശേഷിക്കുന്ന എന്താണ്? തീവ്രമായ ദുഃഖം, അല്ലെങ്കിൽ തീവ്രമായ ആനന്ദം, രണ്ടും വരാം. അല്ലെങ്കിൽ തീവ്രമായ ഭയം, ഞാൻ ഭയന്നുപോയി, പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടായില്ല. എന്താണ്? ഞാൻ ആനന്ദത്തിന്റെ ലഹരിയിലായിരുന്നു എന്ന് പറഞ്ഞില്ല. ഇവിടെയൊന്നും തത്വബോധമില്ല. അതുപോലെ മനസ്സ് ചിത്തനിരോധം ചെയ്ത്, വൃത്തി നിരോധം ചെയ്ത് ഒരവസ്ഥയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ വിസ്മരിക്കാതില്ല എന്ന് പറയുന്നില്ല. അത് തത്വബോധമല്ല. അതല്ല തത്വബോധം. തത്വബോധം എന്ന് പറയുന്നത് ആ ശ്രോതാവിന് ആ ബോധം ഉണ്ടാകുന്ന അവസ്ഥയാണ്. എങ്ങനെ? ഈ പ്രമാണങ്ങളെല്ലാം ആശ്രയിച്ചുകൊണ്ട്, ഈ ശരീരത്തെ ആശ്രയിച്ച്, ഈ കർണങ്ങളെ ആശ്രയിച്ച്, പ്രമാണത്തെ ആശ്രയിച്ച് ആ ബോധം ഉണ്ടാകുന്ന സമയമാണ്. ആ ബോധം തന്നെ പിന്നെ തുടരുന്നു. ശ്രവണം, മനനം എന്ന രൂപത്തിൽ അത് തുടരുന്നു. അവിടെയെല്ലാം എന്താണോ? ഈ ഭേദകൃതമായ വ്യവഹാരം നിലനിൽക്കുന്നു. ഇല്ലാ പറ്റുമോ? താൻ ആത്മാവാണെന്നൊരാൾ അറിഞ്ഞു,
അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ ഭേദങ്ങൾ, തന്റെ ചുറ്റും കാണുന്ന ഈ ഭേദം, തന്റെ ശരീരം, ഇതെല്ലാം ഇല്ലാതാകും. അത് ഈ ചെല്ലു പറയും അങ്ങനെയല്ല, ഈ ശരീരബോധം പോകണം. താൻ ശരീരമാണ് എന്നുള്ള ബോധമില്ലാതാകണം. അതങ്ങനെ ശരീരബോധം ഇല്ലാതാകുന്നതിന് ഉറങ്ങിയാൽ മതി. അതുപോലെ ഉറക്കത്തിൽ ശരീരബോധം ഇല്ലാതായ പോലെ ഉണർന്നിരിക്കുമ്പോൾ ഈ ശരീരമാണെന്നുള്ള ബോധം പോകണം. ശരി, പിന്നെ ആ ബോധം പോയിട്ട് എന്ത് വരണം? ഈ ശരീരം ഉൾപ്പെടെയുള്ള സർവ വസ്തുക്കളും ആ പരമാർത്ഥ തത്വമാണെന്നുള്ള ബോധം വരണം. ശരി, ആയിക്കോട്ടെ. ഇവിടെയും അതാണല്ലോ പറയുന്നത്, തത്വമസി, സൃഷ്ടിച്ചവൻ ഇതിൽ അനുപ്രവേശം ചെയ്തിരിക്കുകയാണ്, അതിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നുമില്ല, നാനാസ്തി കിഞ്ചന. ഇത്തരം ബോധം ഉണ്ടാകുന്നു. ശരീരബോധത്തിന്റെ സ്ഥാനത്ത് അവനുണ്ടാകുന്ന ബോധം എന്താണ്? താൻ പരമാർത്ഥ വസ്തുവാണ് എന്നുള്ള ബോധം ഉണ്ടായി. ശരി, ആ ബോധം ഈ ശരീരബോധത്തെ എങ്ങനെയാണ് നിരാകരിക്കുന്നത്? താൻ പരമാർത്ഥമാണെന്നുള്ള ബോധം ശരീരബോധത്തെ എങ്ങനെയാണ് നിരാകരിക്കുന്നത്? ആ ബോധത്തിൽ അവൻ ഗ്രഹിക്കുന്നു ഈ ശരീരബോധം പരമാർത്ഥമല്ല. അങ്ങനെയാണ് അതിനെ നിരാകരിക്കുന്നത്. ഈ പ്രപഞ്ചബോധം പരമാർത്ഥമല്ല, നാമരൂപാത്മകമായ ഈ ബോധം പരമാർത്ഥമല്ല, മറിച്ച് പരമാർത്ഥത്തിലുള്ള പരമാർത്ഥമല്ലാത്ത പ്രതീതിയാണ്, അല്ലെങ്കിൽ കേവല പ്രതീതിയാണ് ശരീരബോധം അല്ലെങ്കിൽ പ്രപഞ്ചബോധം എന്ന് പറയുന്നത്. ഇത്തരമൊരു വിവേകം, ഇത്തരമൊരു അറിവ് അവന്റെ ഉള്ളിൽ വരുന്നതിനാണ് ശരീരബോധത്തിന്റെ നാശം എന്ന് പറയുന്നത്. മറിച്ചത് ശരീരവിസ്മരണമല്ല. സാധാരണ ധരിക്കുന്ന എന്താണ്? ശരീരത്തിന്റെ വിസ്മരണമാണ്. ശരീരത്തെ വിസ്മരിച്ചു പോകുക. അതിന് തത്വബോധത്തിന്റെ ആവശ്യമൊന്നുമില്ല. ശരീരത്തിന്റെ വിസ്മരണമാണ് നമുക്ക് ആവശ്യമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ, താല്പര്യമുള്ള ഒരു വിഷയത്തിൽ ഏകാഗ്രമായിരുന്നാൽ മതി. കൊതുക് കടിച്ചാൽ അറിയത്തില്ല. ശരീരവിസ്മരണം സംഭവിക്കും. അതിന് തത്വബോധത്തിന്റെ ആവശ്യമില്ല. ആ ശരീരവിസ്മരണം കൊണ്ട് അജ്ഞാനനാശം സംഭവിക്കുന്നില്ല. മനസ്സിന് തീവ്രമായ ദുഃഖമോ തീവ്രമായ ആനന്ദമോ വരുന്ന സമയത്ത് സർവ്വമനുഷ്യരും, ലോകസാധാരണമായി സർവ്വമനുഷ്യരും ശരീരത്തെ വിസ്മരിക്കും. ഇനി അതല്ല, അതിന്റെ പ്രായോഗികമായ അനുഭവം വരണമെന്നുണ്ടെങ്കിൽ കള്ളുപിടിച്ചാൽ മതി. തുണി അഴിഞ്ഞു പോകുന്നതും ഒന്നും അറിയത്തില്ല, ശരീരവിസ്മരണം വരുന്നു. അതിനു വേണ്ടിയിട്ട് എന്തിനായി തത്വബോധം? മനസ്സ് ലഹരിക്ക് അടിമയായാൽ മതി. അങ്ങനെ സംഭവിക്കുന്നില്ല. അവർക്ക് പിന്നെ ശരീരബോധമില്ല. ഞാൻ ആരുടാന്ന് ചോദിക്കും. തന്നെക്കുറിച്ചും ബോധമില്ല. അവിടെ മനസ്സ് വേറെ ലോകത്തിലാണ്. ഇതൊക്കെയാണോ ഈ തത്വബോധം കൊണ്ട് സംഭവിക്കുന്ന കാര്യം? തത്വബോധം കൊണ്ട് ഇത് സംഭവിക്കാനാണോ തത്വബോധം? ഇങ്ങനെ ശരീര വിസ്മരണത്തിനാണ്. അങ്ങനെയൊക്കെ ധരിച്ചിരിക്കുന്ന ആൾക്കാർ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഭേദകൃത വ്യവഹാരമില്ല. ലഹരിക്ക് അടിമപ്പെട്ടവന് ഭേദകൃത വ്യവഹാരമില്ല. ഭേദം കൊണ്ടല്ല അവന്റെ വ്യവഹാരങ്ങൾ. അവന് ഞാനും നീ എന്നുള്ള ഭേദമൊന്നുമില്ല. അവൻ ഏതൊരു ലോകത്തിലാണ്. റോഡിൽ പോയാൽ ബസ് വരുന്ന അറിയത്തില്ല, അടുത്ത ആൾ വന്നാൽ അറിയത്തില്ല. നല്ല ലഹരിക്ക് അടിമപ്പെട്ട ആൾക്കാരെ ഒന്ന് സൂക്ഷിച്ച് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. അവർക്ക് ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങളെയൊന്നും വേർതിരിച്ചറിയില്ല, അറിയത്തില്ല. അവരുടെ വ്യവഹാരം കാണുമ്പോൾ നമുക്ക് ഊഹിക്കാം അവരുടെ വ്യവഹാരം ആ തരത്തിലാണ്. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ തത്വബോധം കൊണ്ട് സാധിക്കേണ്ടത്? അതെല്ലാം മനസ്സിന്റെ അവസ്ഥാന്തരങ്ങളാണെന്ന് ചുരുക്കം. അതിൽ എന്താണ്? മാനസികമായ അഭ്യാസം കൊണ്ട് സമാധി പോലെയുള്ള അവസ്ഥയെ പ്രാപിച്ചു കഴിഞ്ഞാൽ അത് ശ്രേഷ്ഠമാണ്, അത് ഉത്തമമായ അവസ്ഥയാണ്, ദിവ്യമായ അവസ്ഥയാണ്. അത് അംഗീകരിക്കുന്നു. അതിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച് അവിടെ എത്തിച്ചേർന്നു. പക്ഷെ തത്വബോധം അതല്ലെന്നാ പറയുന്നത്.
ആ ഒരവസ്ഥയിൽ പ്രപഞ്ചത്തെ വിസ്മരിച്ചിരിക്കാം. അതിൻ്റെതായ മാറ്റങ്ങൾ ശരീരത്തിനും മനസ്സിനുമൊക്കെ ഉണ്ടാകും. അതൊക്കെ അംഗീകരിക്കുന്നു. അതില്ല എന്ന് പറയുന്നില്ല. നമ്മളിവിടെ മനസ്സിലാക്കുന്നതല്ല എന്താണ് അദ്വൈത ബോധം എന്നുള്ളതാണ്. അദ്വൈത ബോധത്തിൽ അത് ഈ ഭേദത്തെ, ഭേദകൃതമായ മിഥ്യാവ്യവഹാരത്തെ നിഷേധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ആ അദ്വൈത ബോധമുള്ളവനും ഭേദപ്രതീതിയിൽ യാതൊരു വ്യത്യാസമില്ല. അവനും ഭേദപ്രതീതിയുണ്ട്. ആ ഭേദപ്രതീതിയെ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് അവൻ അദ്വൈതത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. സമാധിയിരിക്കുന്നവന് സമാധിയെക്കുറിച്ച് പ്രസംഗിക്കാനൊക്കത്തില്ലല്ലോ. ആ സമാധി എന്ന് പറയുന്നത് വിക്ഷേപശൂന്യമാണ്. യാതൊരു തരത്തിലുള്ള വിക്ഷേപവും ഇല്ലാത്ത മനസ്സിന്റെ ഒരവസ്ഥയാണെങ്കിൽ അവിടെ നിന്ന് തത്വബോധം പ്രസംഗിക്കാൻ ഒക്കത്തില്ല. അത് പറ്റത്തില്ല. അവന് സമാധിയൊക്കെ വിട്ടിട്ട് ഉണർന്ന് ഈ ജാഗ്രതത്തിലേക്ക് വരണം. വന്നിട്ട് പറയണം, ഞാൻ ഇത്രയും സമയം സമാഹിതനായിരുന്നു, ആ സമാധിയിൽ എനിക്ക് പ്രപഞ്ചബോധം ഉണ്ടായിരുന്നില്ല, എന്നിലുണ്ടായിരുന്നത് എനിക്ക് തന്നെ വാക്കുകൊണ്ട് വിവരിക്കാൻ വയ്യാത്ത എന്തോ ഒരു ബോധമായിരുന്നു, അതെനിക്ക് നിങ്ങളോട് പറയാൻ പറ്റത്തില്ല. ഈ വഴിക്ക് പോയാൽ നിങ്ങൾക്കും അങ്ങനെ ഒരു അനുഭവത്തിൽ എത്തിച്ചേരാം. അത് ആനന്ദമാണ്, അല്ലെങ്കിൽ ദുഃഖരഹിതമാണ്, പലതരത്തിലും പറയാം. വാക്കുകൊണ്ട് പറയാൻ വയ്യെങ്കിൽ ആനന്ദമൊന്നും പറയാൻ വയ്യ. അപ്പോ ഇവിടെ അതല്ല. ഇവിടെ ഉണർന്നിരിക്കുമ്പോൾ ജാഗ്രതത്തിലുള്ള ബോധത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ ബോധമുള്ള ഒരുവനും ഇവിടെ ഭേദബുദ്ധിയുണ്ട്, ഭേദ അറിവുണ്ട്, ഭേദജ്ഞാനമുണ്ട്. അതിനോട് പറയുന്നത് ഭേദകൃതം എന്ന് പറഞ്ഞാൽ എന്താണോ ആ ഭേദജ്ഞാനം കൊണ്ടുള്ള അദ്വൈത ബോധത്തിൽ ഭേദജ്ഞാനമോ ഇത് പരസ്പര വിരുദ്ധമായ കാര്യമല്ല. അദ്വൈത ബോധത്തിൽ ഭേദജ്ഞാനം ഇരിക്കുന്നത് അദ്വൈതത്തിന് വിരുദ്ധമായ കാര്യമല്ല. ആ ഭേദജ്ഞാനത്തെ ആശ്രയിച്ച് തന്നെയാണ് അദ്വൈതിയുടെ വ്യവഹാരങ്ങൾ. ശരി, അപ്പോൾ ഇവിടെ പറയുന്നു എന്താണ്? ഭേദകൃത മിഥ്യാവ്യവഹാര യേശാം ബ്രഹ്മതത്വ അന്യത്വേന വസ്തുവിദ്യത. ആർക്കാണോ ബ്രഹ്മതത്വത്തിൽ നിന്ന് അന്യമായി വസ്തുക്കളെല്ലാം ഉള്ളത് അജ്ഞൻ, അവനും യേശാഞ്ചൻ നാസ്തി. ആർക്കാണ്? രണ്ടുപേർക്കും ഒരുപോലെയാണ്. പിന്നെന്താ ഈ തത്വജ്ഞാനം കൊണ്ട് പ്രയോജനം? ഈ ഭേദകൃതമായ വ്യവഹാരത്തിലല്ല തത്വജ്ഞാനം കൊണ്ടുള്ള പ്രയോജനം. വ്യവഹാരത്തിൽ എന്തെങ്കിലും മാറ്റത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല തത്വജ്ഞാനം കൊണ്ടുള്ള വ്യവഹാരത്തിന് പ്രയോജനം. തത്വജ്ഞാനം കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ആ ഭേദകൃതമായ വ്യവഹാരം ഒരാൾ പരമാർത്ഥമെന്ന് ധരിക്കുന്നു, മറ്റൊരാള് പരമാർത്ഥമല്ലാന്ന് ധരിക്കുന്നു. ഇത്രയുള്ള വ്യത്യാസം ആ വ്യവഹാരത്തെ തന്നെ. ആ ഭേദത്തെയും ഭേദജ്ഞാനത്തെയും, ഭേദജ്ഞാനം, ഭേദത്തെ ആശ്രയിച്ചുള്ള വാക്കുകൾ, ഭേദത്തെ ആശ്രയിച്ചുള്ള പ്രവൃത്തി, ഇതിനാണ് വ്യവഹാരം എന്ന് പറയുന്നത്. ഇതൊന്നും പരമാർത്ഥമല്ല എന്ന് തത്വജ്ഞൻ ഗ്രഹിക്കുന്നു. അതും ഒരു ബോധമാണ്, പരമാർത്ഥമല്ല എന്നുള്ള ബോധം. അല്ലാതെ ഈ ഭേദം എന്ന് പറയുന്നത് പഞ്ചസാര പാലിൽ അലിയുന്നത് പോലെ അയാളുടെ ബോധത്തിൽ അലിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അയാൾ ഈ ഭേദത്തെ വിസ്മരിക്കുകയോ അല്ലെങ്കിൽ ഈ ഭേദമെല്ലാം അയാളുടെ മുമ്പിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പറന്നു പോവുകയോ മാറിപ്പോവുകയോ ഇതൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ജാഗ്രതയില്ല എന്ന് പറയേണ്ടി വരും. ജാഗ്രത എന്ന് പറയുന്ന അനുഭവമേ ഇല്ല. ഒന്നുകിൽ അയാൾ സുഷുപ്തിയിലായിരിക്കും അല്ലെങ്കിൽ സമാധിയിലായിരിക്കും. അപ്പൊ തത്വജ്ഞാനം എന്ന് പറയുന്നത് അതോടുകൂടി തീർന്നു. തത്വജ്ഞാനത്തെക്കുറിച്ച് അയാൾക്ക് ഉപദേശിക്കാൻ പറ്റത്തില്ല. കാരണം ഉപദേശിക്കണമെങ്കിൽ ഭേദകൃതമായ വ്യവഹാരം വേണം, ശിഷ്യം വേണ്ടേ, ശാസ്ത്രം വേണ്ടേ, ഇല്ല എങ്ങനെ ഉപദേശിക്കും? തനിക്ക് നാക്ക് വേണ്ടേ? അപ്പോൾ ഭേദകൃതമായ വ്യവഹാരം തത്വജ്ഞാനിക്കുണ്ട്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും തത്വജ്ഞാനി ഇന്ന തരത്തിലായിരിക്കണമെന്ന് വാശി പിടിക്കാൻ പറ്റത്തില്ല. കാരണം ആ ഭേദകൃതമായ വ്യവഹാരത്തെ സംബന്ധിച്ച് ഉള്ള അറിവ് എന്ന് പറയുന്നത് ലൗകികമായ അറിവാണ്. ആ തത്വജ്ഞാനത്തിന്റെ ഫലം എന്താണ്? ഇത്
രൂപമാണ്, ഇത് രസമാണ്, ഇത് ഗന്ധമാണെന്നുള്ള ഈ അറിവ് തത്വജ്ഞാനം കൊണ്ടുണ്ടാകുന്നതല്ല. തത്വജ്ഞാനത്തിന് മുമ്പും ഉണ്ടായിരുന്നു, തത്വജ്ഞാനത്തിന് ശേഷമുണ്ട്. അപ്പോൾ ഈ പ്രതീതിയെ ആശ്രയിച്ചിട്ട് അയാൾ വ്യവഹരിക്കുന്നു. അവിടെ ധർമ്മം, അധർമ്മം, സത്യം, അസത്യം, നീതി, അനീതി ഇതെല്ലാം തീരുമാനിക്കുന്നത് അതെല്ലാം ഈ ഭേദ വ്യവഹാരത്തിലുള്ളതാണ്. അപ്പോൾ ആ വ്യവഹാരത്തിൽ അതിനനുസരിച്ചുള്ള അറിവാണ് ഉണ്ടാകുന്നത്. അതായത് ശബ്ദത്തെ ശബ്ദമാണെന്നറിയുന്നു, രൂപത്തെ രൂപമാണെന്നറിയുന്നു, രസത്തെ രസമാണെന്നറിയുന്നു. ഈ അറിവ് തത്വജ്ഞാനിക്ക് നഷ്ടപ്പെടുന്നില്ല. അതിന് തുടർന്നു വരുന്ന അറിവുകൾ നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് തത്വജ്ഞാനിയുടെ കാഴ്ചപ്പാട് നമ്മൾ കരുതുന്ന പോലെ അയാളുടെ ആ തത്വജ്ഞാനത്തിനനുസരിച്ചല്ല വരുന്നത്. തത്വജ്ഞാനത്തിൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? ഇതൊന്നും പരമാർത്ഥമല്ല, പരമാർത്ഥം ഇന്നതാണെന്നുള്ള ബോധമാണ്. ഭേദവ്യവഹാരം എന്ന് പറയുന്നത് ഭേദത്തെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ടാണ് തത്വജ്ഞാനികൾ വിചിത്ര രൂപത്തിൽ പല രൂപത്തിൽ കാണപ്പെടുന്നത്. അവരുടെ വ്യവഹാരം പല കാണപ്പെടുന്നത്. ഇപ്പൊ ശങ്കരാചാര്യര് എന്താണ് പറയുന്നു, ചാതുർവർണ്ണ്യം പോലെയുള്ള ഇന്നത്തെ കാലത്ത് നമുക്ക് നീതിബോധത്തിന് നിരക്കാത്ത കാര്യങ്ങളെ അംഗീകരിച്ചു. എന്തുകൊണ്ട്? കാരണം അത് ഭേദകൃത വ്യവഹാരമാണ്. ഭേദത്തിലെ നീതി എന്ന് പറയുന്നത് വ്യക്തിയുടെ കാഴ്ചപ്പാടനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾ, അറിവ് മാറുന്നതിനനുസരിച്ച് കാഴ്ചപ്പാടുകൾ മാറുന്നു. ഒരു കാലത്ത് നീതി, വേറൊരു കാലത്ത് അനീതി, ഒരു കാലത്ത് ധർമ്മം, വേറൊരു കാലത്ത് അധർമ്മം. തത്വജ്ഞാനിയും അതിനനുസരിച്ച് പോകുന്നു. അതുകൊണ്ടാണ് തത്വജ്ഞാനിയുടെ വ്യവഹാരത്തിൽ ഭേദം വരുന്നത്. എല്ലാ തത്വജ്ഞാനികളും സാറിന് ചോദിക്കുമല്ലോ, ഇങ്ങനെയും വലിയൊരു അദ്വൈതത്തെ പറഞ്ഞാലും അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കും. അദ്വൈത ബോധവും അതുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്തുകൊണ്ട്? അത് ഭേദകൃതമായ വ്യവഹാരമാണ്. ഭേദകൃതമായ വ്യവഹാരങ്ങളിൽ നീതി, അനീതി എന്നൊക്കെ പറയുന്നത് ഭേദത്തെ ആശ്രയിച്ചായിരിക്കും. അത് കാലദേശങ്ങൾക്കനുസരിച്ച് അതിന് മാറ്റം വരും. ഇന്നത്തെ നീതി ആയിരിക്കില്ല നാളത്തെ നീതി. അതുകൊണ്ടൊരു തത്വജ്ഞാനിയുടെ വ്യവഹാരത്തെ ആർക്കും ചോദ്യം ചെയ്യാം, വിമർശിക്കാം. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചോദിക്കാം. എന്തുകൊണ്ട്? കാരണം അത് ഭേദത്തെ ആശ്രയിച്ചുള്ളതാണ്. പക്ഷെ തത്വബോധത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് പരമാർത്ഥ ദൃഷ്ടിയാണ്, അത് പരമാർത്ഥ ബോധമാണ്. ഇത് രണ്ടാണ്. എന്തുകൊണ്ട് രണ്ടായി നിൽക്കുന്നു? ഈ തത്വബോധം എന്ന് പറയുന്നത് ജ്ഞാപകമാണ്, അതൊരിക്കലും കാരകമല്ല. അത് ഈ ഭേദദൃഷ്ടിയെ നിരാകരിക്കുന്ന ഒന്നല്ല. വേറൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ജലവും തരംഗവും ഏകമാണെന്നുള്ള ബോധം ഉണ്ടാകുന്നതുകൊണ്ട് തരംഗപ്രതീതി അപ്രത്യക്ഷമാകുന്നു. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, മണ്ണും പാത്രവും ഏകമാണെന്നുള്ള ബോധം കൊണ്ട് പാത്രത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങളില്ലാതാകുന്നില്ല. പാത്രം കൊണ്ട് വെള്ളം കൊണ്ടുവരുന്നതോ പാത്രത്തിൽ പാകം ചെയ്യുന്നതോ പോലെയുള്ള വ്യവഹാരങ്ങൾ അതില്ലാതാക്കുന്നില്ല. അത് പാത്രം എന്ന് പറയുന്ന മണ്ണ് തന്നെ. ഇനി എങ്ങനെ അതിന് വെള്ളം എടുക്കാൻ പറ്റും, ഇനി എങ്ങനെ പാകം ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നത് ബുദ്ധിശൂന്യതയാണ്. എന്തുകൊണ്ട്? ഭേദകൃതമായ വ്യവഹാരം അവിടെ നടക്കുന്നു. മണ്ണ് വേറെ, പാത്രം വേറെ എന്നുള്ള ഭേദത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾ അവിടെ നടക്കുന്നതുകൊണ്ടാണ്. അഭേദത്തെ ആശ്രയിച്ച് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നുണ്ട്. ശരി, പാത്രം മണ്ണായി മാറുന്നില്ല. പാത്രം ആകുന്നതിന് മുമ്പ് അതെങ്ങനെയായിരുന്നു ആ രീതിയിലേക്ക് അത് മടങ്ങിപ്പോകുന്നില്ല. പാത്രം പാത്രമായി തന്നെ ഇരിക്കും, അതിനെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങളും നടക്കും. ആഭരണം ആഭരണമായി തന്നെ ഇരിക്കും, അതിനെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾ നടക്കും. സ്വർണത്തെ അണിയാൻ പറ്റത്തില്ല, ആഭരണത്തെ അണിയാൻ പറ്റും. സ്വർണത്തിന്റെ മൂല്യമല്ല ആഭരണത്തിന്റെ മൂല്യം. എന്തെല്ലാം വ്യത്യാസം വരുന്നു. അതുപോലെ സർവത്ര അദ്വൈത ബോധം നിലനിൽക്കുന്ന വ്യക്തിയിൽ ഭേദത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങളെല്ലാം നടക്കുന്നു. അപ്പോൾ ബാക്കി വരുന്ന നീതിബോധങ്ങളും ധർമ്മബോധവും എല്ലാം തത്വബോധത്തെ ആശ്രയിച്ചല്ല, ഭേദത്തെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് അതിന് കാലദേശങ്ങൾക്കുള്ള അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ട്
മഹാത്മാക്കൾ പല വിധത്തിലിരിക്കുന്നു, പലതരത്തിൽ പ്രവർത്തിക്കുന്നു, കാലദേശാനുസൃതമായി അവർ പ്രവർത്തിക്കുന്നു. ഒരാൾ പറയുന്ന ലോകനീതിയല്ല മറ്റൊരാൾ പറയുന്നത്, ഒരാൾ പറയുന്ന ഒരാളുടെ ധർമ്മബോധമല്ല വേറൊരാൾക്ക് അങ്ങനെ വരുന്നു. അപ്പോൾ ആ ഭേദത്തിൽ അവർ ധർമ്മത്തെയും നീതിയെയും ഒക്കെ നിലനിർത്താൻ ശ്രമിക്കുന്നു. ആ അദ്വൈത ബോധത്തിൽ ധർമ്മമോ നീതിയോ ന്യായമോ അന്യായമോ അധർമ്മമോ യാതൊന്നും തന്നെ അത് പരമാർത്ഥ ബോധമാണ്. ആ പരമാർത്ഥ ബോധം ഉള്ളവന് തന്നെയാണ് പറയുന്നത് തത്വജ്ഞാനി എന്ന് പറയുന്നു. ചുരുക്കത്തിൽ എന്താണ്, ഈ ഭേദപ്രതീതിയെ തത്വബോധം നിരാകരിക്കുന്നില്ല. തത്വബോധത്തിന് അതിനുള്ള അത് സമാധിയല്ല തത്വബോധം എന്ന് പറയുന്നു. എന്നുവെച്ചാൽ പ്രസിദ്ധമായിരിക്കുന്ന സമാധിയല്ല. പിന്നെ ഈ തത്വബോധത്തെ വേണമെങ്കിൽ നമുക്ക് പറയാം എന്താണ്, ഒരു വ്യക്തിയിൽ ഈ ഭേദപ്രതീതി നിലനിൽക്കെ തന്നെ വിലക്ഷണമായ ഒരു ബോധമുണ്ട്, തത്വബോധം. ഈ ഭേദപ്രതീതിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ തത്വബോധം നിലനിൽക്കുന്നു. അതുകൊണ്ട് അതിനെ പറയാം അതൊരു വിശേഷമായ അവസ്ഥയാണ്. അതുകൊണ്ട് പറയുന്നു ആ ബോധത്തിന് അത് സഹജമായ സമാധിയാണ് എന്ന് മറ്റും പറയുന്നു. ആ ബോധത്തിൽ അങ്ങനെ ഒരു പേര് അതിന് കൊടുത്തുകൊണ്ട് വിശേഷതയൊന്നുമില്ല. എന്നാലും ഈ പറയുന്ന നിർവികൽപ്പ സമാധി എന്നെല്ലാം പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പറയുന്നു. നിർവികൽപ്പ സമാധി എന്ന് പറയുന്നിടത്ത് എന്താണ്, ഭേദബുദ്ധിയില്ല. അവിടെ ഈ കർണങ്ങൾ പ്രവർത്തിക്കുന്നില്ല, മനസ്സ് പ്രവർത്തിക്കുന്നില്ല, ഒന്നും പ്രവർത്തിക്കുന്നില്ല. അപ്പം മനസ്സ് വികല്പരഹിതമായിരിക്കും. അതാണ് നിർവികൽപ്പം എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല, മനസ്സിൽ വികല്പങ്ങളുണ്ട്, ഭേദമുണ്ട്. താൻ വേറെയാണ്, ശിഷ്യൻ വേറെയാണ്, അവൻ ബദ്ധനാണ്, താൻ മുക്തനാണ്, ഈ ബോധമുണ്ട്. സർവരും മുക്തരായി കഴിഞ്ഞാൽ പിന്നെ ആരാർക്ക് ഉപദേശിക്കും? ഈ തത്വജ്ഞാനം എന്ന് പറയുന്നത് പരമ്പരയിലൂടെ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു? ഈ ഭേദം നിലനിൽക്കുന്നുകൊണ്ടാണ്. ഒറ്റ വ്യത്യാസം മാത്രം, ഇത് കേവല പ്രതീതിയാണ്, ഇത് പരമാർത്ഥമല്ല. ഇതിന്റെ എല്ലാം പരമാർത്ഥം സ്വസ്വരൂപം തന്നെ, അല്ലെങ്കിൽ അത് സച്ചിദാനന്ദമാണ് എന്ന ബോധത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് ഈ അബദ്ധധാരണ എന്താണ്, ഇതെല്ലാം അറിവായി അനുഭവപ്പെടും. ആ അറിവായ അനുഭവത്തിൽ നാമരൂപങ്ങളെല്ലാം വിലയിച്ചു പോകും. അങ്ങനെ വ്യവഹാരം അസ്തമിച്ചു പോകും. ഇതാണ് തത്വജ്ഞാനത്തിന്റെ ശരിയായ സ്ഥിതി എന്നുള്ളത് മിഥ്യാധാരണയാണ് എന്ന് ഭാഷ്യകാരൻ ഈ പറയുന്നിടത്തു നിന്ന് മനസ്സിലാക്കും. ഇനി ചിലർ പറയുന്നത് അങ്ങനെയല്ല, ഇങ്ങനൊരു തത്വബോധം ഉണ്ടാകുന്നു. തത്വബോധം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം വിലയിച്ചു പോകും. വിലയിച്ചിട്ട് ആ തത്വബോധം അത് തന്നെ സമാധി, അങ്ങനെ ഇരിക്കുന്നു. വീണ്ടും അവിടെ നിന്ന് ഇതൊക്കെ പൊങ്ങി വരുന്നു, ഈ വിലയിച്ചതന്നെ. എന്നിട്ട് വീണ്ടും വ്യവഹാരം വരുന്നു. അപ്പോൾ രണ്ടു നില. ഒന്നെന്താണ്, ഇതെല്ലാം വിലയിച്ച് സമാധിയിലേക്ക് പോകുന്നു. എന്നിട്ട് വീണ്ടും അവിടെ നിന്ന് ഇതെല്ലാം ഉയർന്നു വന്ന് വ്യവഹാരത്തിലേക്ക് വരും. ഇങ്ങനെ തത്വജ്ഞാനിക്ക് രണ്ടു നിലയുണ്ടെന്ന് പറയുന്നു. ഭാഷ്യകാരൻ അതിനിവിടെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ പറയേണ്ടത്. എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ്? ഭേദകൃത മിഥ്യാവ്യവഹാരം. ഈ മിഥ്യാവ്യവഹാരം രണ്ടുപേർക്കും ഒരുപോലെ എന്നാണ്, അജ്ഞനും ജ്ഞാനിക്കും. തത്വജ്ഞനും ജ്ഞാനിക്കും ഒരുപോലെ എന്നാണ്. രണ്ടും തമ്മിലൊരു വ്യത്യാസം പറയുന്നില്ല. വ്യത്യാസം ഇങ്ങനെ പറയണമായിരുന്നു, തത്വബോധമൊന്നും എല്ലാം വിലയിച്ചിട്ട് കേവലം അയാൾ അറിവായി ബോധമായി ഇങ്ങനെ പ്രകാശിക്കുന്നു. അങ്ങനെ കുറെ സമയം പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എങ്ങനെയെന്നറിയുന്നില്ല എല്ലാം ഇത് വീണ്ടും വരുന്നു. അപ്പോൾ വീണ്ടും വ്യവഹാരം, വീണ്ടും ഇത് വിടുന്നു. അത് അങ്ങനെ കാണുന്നുകൊണ്ട് ചിലരെന്താണ്, സമാധിയിലേക്ക് പോകുന്നു, പിന്നെ ഉണർന്നു വന്ന് വ്യവഹാരം നടത്തുന്നു, വീണ്ടും സമാധിയിൽ പോകുന്നു, വളർന്നു വരിക. അത് സംഭവിക്കാം, അതിനെ നിഷേധിക്കുന്നില്ല. അതെന്താണത്? മനസ്സിന്റെ അവസ്ഥ, അങ്ങനെ പോകാം. ഇവിടെ സമാധി എന്തെന്നല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്, തത്വബോധം എന്തെന്നാണ്. അത് പ്രത്യേകം മനസ്സിലാവും. തത്വബോധത്തിൽ ആണ് ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള മറിമായങ്ങളൊന്നും സംഭവിക്കുന്നില്ല.
തത്വബോധത്തിൽ അതിന്റെ ആവശ്യമില്ല എന്നർത്ഥം. തത്വബോധത്തെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി ഈ മൂന്നവസ്ഥയും അജ്ഞനെ പോലെ തന്നെ. പിന്നെ എന്താ വ്യത്യാസമുള്ളത്? ജാഗ്രത്തിൽ അയാൾക്ക് ഈ പറയുന്ന പരമാർത്ഥ ബോധമുണ്ട്. അജ്ഞന് ആ ഒരു പരമാർത്ഥ ബോധം ഇല്ല. പക്ഷെ പലയിടത്തും ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ ആശയക്കുഴപ്പമുണ്ടാകും. എനിക്കിങ്ങനെ ബോധമുണ്ടായി, ഉടൻ തന്നെ ഈ നാമരൂപങ്ങളെല്ലാം അസ്തമിച്ചു, അതെല്ലാം ലയിച്ചു, ഞാനും ലയിച്ചു, എവിടെയോ പോയി, പിന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല. വ്യവഹാരാതീതമായി. അത് തത്വബോധത്തെക്കുറിച്ചല്ല പറയുന്നത്, സമാധിയെക്കുറിച്ചാണ്. അങ്ങനെ ഒരു അവസ്ഥ ഒരാൾക്കുണ്ടാകാം, അതിനിവിടെ നിഷേധിക്കുന്നില്ല. പക്ഷെ ഇവിടുത്തെ ചർച്ചാ വിഷയം അതല്ല. എന്താണ് പരമാർത്ഥബോധം? ആ പരമാർത്ഥബോധത്തിൽ അസ്ഥിജായം ഭേദഹൃദവും മിഥ്യാവ്യവഹാരം. അതുകൊണ്ട് തന്നെ ആ പരമാർത്ഥബോധത്തിൽ എന്താണ്? ആ പരമാർത്ഥബോധമുള്ള ഒരു വ്യക്തിക്ക് ഭേദകൃതമായ മിഥ്യാവ്യവഹാരം എന്ന് വെച്ചാൽ ഞാൻ ഈ ബോധമുള്ളവനാണ്, ഇവൻ ഈ ബോധമില്ലാത്തവനാണ്. ആ ബുദ്ധി ഉണ്ടാവും. അതുകൊണ്ടാണ് ബോധമില്ലാത്തവനെ ഉപദേശിക്കുന്നത്. തനിക്ക് ബോധമുണ്ടെന്നുള്ള, തനിക്ക് ആ ബോധമുള്ളതുകൊണ്ടാണ് ബോധത്തെ പറയുന്നത്. പിന്നെ എങ്ങനെ ഉപദേശിക്കാൻ പറ്റും? സാമാന്യ ബുദ്ധി ചിന്തിക്കുക. അങ്ങനെ ഉപദേശിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ കുറിച്ച് അറിയണ്ടേ തനിക്ക് ബോധമുണ്ടെന്ന്, അന്യനെ കുറിച്ച് അറിയണ്ടേ അവന് ബോധമില്ല. എന്താ സമാധിയിലിരുന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ലല്ലോ, ജാഗ്രതത്തിലിരുന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്പഷ്ടമായി പറയുന്നു മിഥ്യാവ്യവഹാരം. ഇത് മിഥ്യാവ്യവഹാരമാണ്, ഇത് പരമാർത്ഥമല്ല. ആ മിഥ്യാവ്യവഹാരം തത്വജ്ഞനിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നില്ല. ഏതുവരെ? ഈ ശരീരം നിലനിൽക്കുന്നത് വരെ. ശരീരപാദം വരെ മിഥ്യാവ്യവഹാരം അത് തുടരുന്നു. അതും ഭേദകൃതമായ. അതുകൊണ്ട് പല ഭാഗത്ത് പറയും അദ്വൈതം എന്ന് പറയുന്നത് ഈ വ്യാവഹാരികമായ ഭേദത്തെ നിരാകരിക്കുന്ന ഒന്നല്ല, മറിച്ച് അദ്വൈതത്തിൽ ഈ ഭേദവ്യവഹാരം നിലനിൽക്കുന്നു. രജ്ജുവിൽ സർപ്പം നിലനിൽക്കുന്നു, മരീചികയിൽ ജലം നിലനിൽക്കുന്നു. അതുപോലെ ഈ അദ്വൈത തത്വത്തിൽ ഈ ഭേദവ്യവഹാരം നിലനിൽക്കുന്നു എന്നുള്ള ബോധം, അതാണ് തത്വജ്ഞാനിയിൽ വിശേഷമായിട്ടുള്ളത്. ഇവിടെ ഒന്നുകൂടെ മനസ്സിലാക്കും. രജ്ജുവിൽ സർപ്പം, ജലത്തിൽ തരംഗം, ഇങ്ങനെ വരുന്ന എല്ലാ ദൃഷ്ടാന്തങ്ങളിലും ഒരധിഷ്ഠാനവും ഒരാധാരവും രണ്ടേ ഉള്ളൂ. ഒരധിഷ്ഠാനമുണ്ട്, ഒരാധാരമുണ്ട്. മൂന്നാമതൊരു വസ്തു ഇവിടെ ഇല്ല. ജലവും തരംഗവും രണ്ടെണ്ണമേ ഉള്ളൂ. രജ്ജു സർപ്പവും രണ്ടേ ഉള്ളൂ. അവിടെ പറയുന്നതാണ് ഒന്ന് പരമാർത്ഥം, മറ്റൊന്ന് കൽപ്പിതം, പരമാർത്ഥമല്ലാത്തത്. ഇവിടെ പറയുന്ന മിഥ്യാവ്യവഹാരം. ഇവിടെ ശ്രോതാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ശ്രോതാവിനെ സംബന്ധിച്ചിടത്തോളം എന്താ വിശേഷത? അവനെ സംബന്ധിച്ച് തത്വബോധമുണ്ട്. അതിനാണ് ആത്മജ്ഞാനം, ആത്മബോധം എന്ന് പറയുന്നത്. നമുക്ക് തരുന്ന എല്ലാ ദൃഷ്ടാന്തങ്ങളിലും പോരായ്മയുണ്ട്. രജ്ജുവിന് തത്വബോധം ഉണ്ടാകുന്നില്ല, ജലത്തിന് തത്വബോധം ഉണ്ടാകുന്നില്ല, മരീചിക്ക് തത്വബോധം ഉണ്ടാകുന്നില്ല. എവിടെയെങ്കിലും തത്വബോധം ഉണ്ടാകുന്നു? ഇല്ല. അത് ഈ പ്രപഞ്ചത്തിൽ നിന്നെടുക്കുന്ന ഒരു ഉദാഹരണമാണ്. പക്ഷെ ആ ഉദാഹരണത്തെ കണ്ടുകൊണ്ട് ചിന്തിക്കുന്ന ശ്രോതാവിന് തത്വബോധം ഉണ്ടാകും. അപ്പോൾ അവിടെ തത്വബോധമുള്ള ഒരാളുണ്ട്, ശ്രോതാവ്. അത് നേരത്തെ പറഞ്ഞല്ലോ, സാധക എന്നിവിടെ ഭാഷ്യകാരൻ പറഞ്ഞു. അങ്ങനെ ആ തത്വബോധം ഉണ്ടാകുന്നു. അപ്പോൾ അവിടെ തത്വം, ശ്രോതാവ്, തത്വബോധം, അങ്ങനെ മൂന്ന് കാര്യമുണ്ട്. ശ്രോതാവ് ഉണ്ടായാലേ ബോധം ഉണ്ടാകത്തുള്ളൂ. ബോധം ഉണ്ടാകണമെങ്കിൽ അവിടെ എന്ത് വേണം? തത്വം വേണം. തത്വത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു. അങ്ങനെ തത്വം, ശ്രോതാവ്, തത്വബോധം, ഇങ്ങനെ ഈ
മൂന്ന് കാര്യം. അതോടൊപ്പം തന്നെ ഒന്നുകൂടെ നിൽക്കുന്നു. എന്താണ്? ഈ ഭേദവ്യവഹാരം. അത് നിൽക്കുന്നു. അപ്പൊ ഇവിടെ എങ്ങനെ അദ്വൈതം വരും? അദ്വൈതം എന്ന് പറയുമ്പോൾ ഈ ഭേദം നിലനിൽക്കുന്നിടത്ത് എങ്ങനെയാണ്? ശ്രോതാവ്, തത്വബോധം, തത്വം, പിന്നെ പറയുന്നു ഭേദവ്യവഹാരമെന്ന്. ഇതിങ്ങനെ നിലനിൽക്കുമ്പോൾ എങ്ങനെ അദ്വൈതം വരുന്നത്? അപ്പോൾ ഇവിടെ ആ അദ്വൈതം എന്താണെന്ന് ഈ ശ്രോതാവിനെ ഗ്രഹിപ്പിക്കുന്ന ആ അറിവിനെയാണ് പറയുന്നത് തത്വബോധം. ആ തത്വബോധം എന്ത് ചെയ്യുന്നു? ഈ ശ്രോതാവ് പരമാർത്ഥ തത്വം, തത്വബോധം, ഭേദവ്യവഹാരം എന്ന് പറയുന്ന ഈ ഭേദത്തെ നിരാകരിക്കുന്നു. ആ തത്വബോധം അങ്ങനെ നിരാകരിക്കുന്നതിനൊരു ബോധം വേണം. അപ്പോൾ അവിടെ ഭേദത്തെ നിരാകരിക്കുന്ന എന്താണ്? ആ തത്വബോധമാണ് നിരാകരിക്കുന്നത്. ആ ഭേദത്തെ നിരാകരിച്ചിട്ട് ആ തത്വബോധ ശ്രോതാവിനെ ബോധിപ്പിക്കുകയാണ്. എന്താണ്? ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ഭേദം പരമാർത്ഥത്തിലില്ല. എന്തുകൊണ്ട്? പരമാർത്ഥത്തിൽ അങ്ങനെ ഒരു ഭേദമില്ല. ഈ ഭേദവ്യവഹാരം എന്ന് പറയുന്നതിന് എന്താ പറഞ്ഞത്? മിഥ്യാവ്യവഹാരം എന്നാണ്. പരമാർത്ഥത്തിലില്ലാത്ത ഒരു വ്യവഹാരമാണ് ഇത്. മിഥ്യാവ്യവഹാരമാണ് എന്ന് ഈ വ്യവഹാരത്തിന് ശ്രോതാവ്, തത്വം, തത്വബോധം, പ്രപഞ്ചം എന്നുള്ള ഈ വ്യവഹാരത്തിനെ മിഥ്യയാണെന്ന് ബോധിപ്പിക്കുന്നു, പരമാർത്ഥമല്ല എന്ന് ബോധിപ്പിക്കുന്നു. എന്ത് ബോധിപ്പിക്കുന്നു? ശ്രുതി. ആരെ ബോധിപ്പിക്കുന്നു? ശ്രോതാവിനെ. അപ്പൊ ശ്രോതാവൻ അങ്ങനെ ഒരു ബോധവും ഉണ്ട് എന്ന് അംഗീകരിക്കേണ്ടി വരും. പക്ഷെ എങ്ങനെ? അത് പരമാർത്ഥത്തിലല്ല. പരമാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഭേദമില്ല. പക്ഷെ മിഥ്യാവ്യവഹാരം അത് തുടരുകയും ചെയ്യുന്നു. അതാണ് പറയുന്നത്, ഈ ശരീരപാദം വരെ ഈ മിഥ്യാവ്യവഹാരം തുടരുന്നു. ഇതെല്ലാം കൂടി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഏകീഭവനം എന്ന് പറയുന്നത് വ്യാവഹാരികമായി സംഭവിക്കത്തില്ല. പിന്നെ ഏകത്വമാണെന്നുള്ള ഒരു അറിവ് മാത്രമേ സംഭവിക്കത്തുള്ളൂ. ആ അറിവിന് ഇങ്ങനെ ബോധിപ്പിക്കുക എന്നുള്ളതല്ലാതെ ഇതിനെ ഏകമാക്കാൻ ഉള്ള ജോലി അറിവിൻ്റേതല്ല, അറിവിനത് സാധ്യമല്ല എന്നുള്ളത് ജ്ഞാപകമാണ്, അത് കാരകം അല്ല. അതുകൊണ്ട് ശരീരപാദം വരെ മിഥ്യാവ്യവഹാരം, ഭേദകൃതമായ വ്യവഹാരം നിൽക്കും. ആ നിൽക്കുന്ന സമയത്ത് തന്നെ ഈ ശ്രോതാവിന് ഇങ്ങനെ ഒരു ബോധം, എന്താണ്? ഇതേകമാണ് എന്നുള്ള ഒരു ബോധം. അതാണ് അജ്ഞനിൽ നിന്നും അയാളെ വ്യത്യസ്തമാക്കുന്നത്. ആ ബോധം തന്നെ ഈ ഭേദത്തെ നിരാകരിക്കുന്നു. തത്വം, തത്വബോധം, ശ്രോതാവ് എന്നുള്ള ബോധത്തെ നിരാകരിക്കുന്നു. ആ ബോധത്തെ നിരാകരിക്കുമ്പോൾ ഇവിടെ ഭൗതികമായി വ്യാവഹാരികമായ ഒരു ഏകീഭവനം, സമാധി, അത് സംഭവിക്കത്തില്ല തത്വബോധത്തെ സംബന്ധിച്ച്. അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഭേദവ്യവഹാരം നിലനിൽക്കുന്നു എന്ന് പറയുന്നതാണ്. അദ്വൈതത്തെ ബോധിപ്പിക്കുന്നതും ഭേദവ്യവഹാരമാണ്. പക്ഷെ ആ ബോധം ഭേദത്തെ അംഗീകരിക്കുന്നില്ല. ആ ബോധം പറയുന്നത് എന്താണ്? ശ്രോതാവായ നീയും പരമാർത്ഥ തത്വവും നിന്റെ ഈ ബോധവും എല്ലാം ഒന്ന് തന്നെ. അതാണ് ആ ബോധം. അതുകൊണ്ട് ആ ബോധം ഭേദത്തെ അംഗീകരിക്കുന്നില്ല. അംഗീകരിച്ചില്ലെങ്കിലും ഭേദത്തിന് ഇതിന്റെ ആവശ്യമില്ല. അതെന്തോ മിഥ്യാവ്യവഹാരമാണ് എന്ന് പറയുന്നതാണ്. അത് പരമാർത്ഥമല്ല. പരമാർത്ഥമല്ലാതെ തന്നെ ആ ഭേദവ്യവഹാരം തുടരുന്നു. പക്ഷെ അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു ബോധമൊന്നുമില്ല. ഞാൻ നീ, ഞാൻ ശരീരമാണ് എന്നുള്ള ചിന്തയിൽ പ്രവൃത്തി തുടരുന്നു. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അദ്വൈത ബോധവും അദ്വൈത ബോധത്തിൽ തന്നെ പരമാർത്ഥമല്ലാതെ ഭേദവ്യവഹാരം എങ്ങനെ തുടരുന്നു? ആ ഭേദവ്യവഹാരത്തെ നിരാകരിക്കുന്ന അദ്വൈത ബോധം എന്താണ് എന്നുള്ള കാര്യമാണ് ഇവിടെ വിശദമാക്കുന്നത്. പരമാർത്ഥവാദി വസ്തു ശക്തി അനുസാരേണ നിരൂപ്യമാണ് വസ്തുനെ കിം തത്വതേ അസ്തു അസ്തി വസ്തു കിമാ നാസ്തി ബ്രഹ്മ ഏകമേവ അദ്വിതീയം സർവ വ്യവഹാരശൂന്യവിധി നിർദ്ധാരിതേ തേന കശ്ചിത് വിരോധ. പറയുന്ന നിങ്ങൾ പറയുന്ന അദ്വൈത ബോധവും ഈ പറയുന്ന ഭേദവ്യവഹാരവും
തമ്മിൽ ഒരു വിരോധമില്ല. പരമാർത്ഥമല്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഒരു വിരോധമില്ല. അതും പരമാർത്ഥമാണെന്ന് പറയുമ്പോഴാണ് വിരോധം വരുന്നത്. ഇതെല്ലാം സത്യമാണ്, അദ്വൈത ബോധവും സത്യമാണെന്ന് വന്നാൽ വിരോധം വരും. പക്ഷെ ഇത് പരമാർത്ഥമല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വിരോധമില്ല. രജ്ജുവിൽ സർപ്പപ്രതീതി ഉണ്ടാകുന്നുണ്ട്. രജ്ജുവിന് ഒരു കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ്, ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അതുപോലെ അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ദൃശ്യതേത്തു അഗ്രിയ ബുദ്ധിയ എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടെയാണ്. സൂക്ഷ്മമായി ആത്മനിഷ്ഠമായി തന്നെ ഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. പരമാർത്ഥവാദി വിസ്തു, പരമാർത്ഥത്തെ പറയുന്നവർ, ഈ പറയുന്ന അദ്വൈതത്തെ പറയുന്നവർക്ക്, ഈ അദ്വൈത ബോധം ഉള്ളവർക്ക് ഈ ഭേദവ്യവഹാരമായിട്ട് യാതൊരു വിരോധവുമില്ല. ദ്വൈതവുമായിട്ട് അദ്വൈതിക്ക് യാതൊരു വിരോധവുമില്ല. അത് പരമാർത്ഥമല്ലെങ്കിൽ പിന്നെ അതിനോട് എങ്ങനെയാണ് വിരോധം വരുന്നത്? പരമാർത്ഥമാണെങ്കിലേ വിരോധം വരും. രണ്ട് പരമാർത്ഥത്തെ അംഗീകരിക്കുന്നിടത്താണ് വിരോധം വരുന്നത്. ഇനി അജ്ഞനും വിരോധമൊന്നുമില്ല. കാരണം എന്തുകൊണ്ട്? അവനെ സംബന്ധിച്ചെല്ലാം പരമാർത്ഥമാണ്, ബ്രഹ്മ ഒഴികെ. അവന് ഈ ദ്വൈത വ്യവഹാരമായിട്ട് അവനൊരു വിരോധവും. അദ്വൈതിക്കും വിരോധമില്ല. എന്തുകൊണ്ട്? ഇത് മിഥ്യാവ്യവഹാരമാണ്. അതിനോടെങ്ങനെ വിരോധം വരുന്നത്? രജ്ജുവിലെ സർപ്പത്തെ അവൻ ഭയക്കും. പരമാർത്ഥത ബോധിക്കുന്നവന് ഒരിക്കലും രജ്ജുവിലെ സർപ്പം കടിച്ചും മരിക്കത്തില്ലല്ലോ. അത് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? അവൻ മനസ്സിലാക്കുന്നു ഇത് പരമാർത്ഥമല്ല, ഇത് കേവല പ്രതീതിയാണ്. അതുകൊണ്ട് പരമാർത്ഥവാദി, പരമാർത്ഥത്തെ പറയുന്നവർ ശ്രുതി അനുസാരണ നിരൂപ്യമാണ്. അവിടെ ശ്രുതിയെ കൂട്ടുപിടിക്കുന്ന എന്തിനു? കാരണം അങ്ങനെ ഒരു ഉപദേശം വേണം, അങ്ങനെ ഒരു അറിവ് പകർന്നു കിട്ടണം തനിക്ക് എവിടുന്നെങ്കിലും. എന്താണ്? സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു അറിവുണ്ടാകുന്നില്ല. താൻ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ആരും വരാറില്ല. പിന്നെ എന്താണ്? ഞാൻ രാമനാണ്, കൃഷ്ണനാണ്, പുരുഷനാണ്, സ്ത്രീയാണ്, ഈ ബോധത്തോടുകൂടിയാണ് വരുന്നത്. അവിടെ ഒരു മാറ്റം ആവശ്യമാണ്, അതിനൊരു ഉപദേശം ആവശ്യമാണ്. അതിനാണ് ശ്രുതിയെ കൂട്ടുപിടിക്കുന്നത്. ശ്രുതി ശ്രവിക്കുന്നു, അവിടെ ഉപദേശിക്കുന്നു. തത്വമസി നിരൂപ്യമാണ്, പിന്നെ നിരൂപണം ചെയ്യുന്നു. അതാണ് ശ്രവണ മനന നിധ്യാസനങ്ങൾ. വസ്തുനി കിം തത്വതോ അസ്തി, വസ്തു കിം വാ നാസ്തി, അങ്ങനെ ചിന്തിക്കുന്നു. എന്താണ്? അങ്ങനെ താൻ പരമാർത്ഥ സ്വരൂപനാണോ? താൻ ഈ അനുഭവിക്കുന്നതൊക്കെ അതുപോലെ പരമാർത്ഥമുള്ളതാണോ? അതോ തന്റെ പരമാർത്ഥമാണോ ഇതിലെല്ലാം ഉള്ളത്? അതോ തന്നിൽ നിന്ന് വേറിട്ടൊരു പരമാർത്ഥം ഇതിനൊക്കെ ഉണ്ടോ? ഇങ്ങനെ ചിന്തിക്കുന്നു. ഒരു നിരൂപണം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ടാണ്. ശ്രവണം, മനനം, നിധ്യാസനം മൂന്നിനെയും ചേർത്തുകൊണ്ടാണ് നിരൂപണം എന്ന് പറയുന്നത്. ഇത് ഒരു ഉപദേശം കൊണ്ട്, ഉപദേശത്തെ തുടർന്ന് സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവനെന്ത് മനസ്സിലാക്കുന്നു? ബ്രഹ്മ ഏകമേവ അദ്വിതീയം പറയും. താൻ തന്റെ പരമാർത്ഥ സ്വരൂപം ഏകമേവ അദ്വിതീയമാണ്. അതെന്താണ്? സർവസംവ്യവഹാരശൂന്യം, അസ്തി നാസ്തി, സത്യം മിഥ്യ തുടങ്ങിയ വ്യവഹാരങ്ങൾക്ക് അതീതമാണ് തന്റെ സ്വരൂപം. പരമാർത്ഥം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അങ്ങനെയുള്ള ഒരു സ്വരൂപത്തിലാണ് ഈ സത്യത്വ മിഥ്യാത്വ വ്യവഹാരങ്ങൾ നടക്കുന്നത് എന്ന് നിർധാരിതേ, അങ്ങനെ നിർദ്ധാരണം ചെയ്യുന്നുകൊണ്ട് തേന ന കശ്ചിത് വിരോധ, വ്യവഹാരവും അദ്വൈത ബോധവുമായിട്ട് യാതൊരു വിരോധവുമില്ല. എന്തുകൊണ്ട്? വ്യവഹാരാതീതമായ സ്വസ്വരൂപത്തിൽ വ്യവഹാരങ്ങൾ നടക്കുന്നു. അതിന് വിരോധമൊന്നും സംഭവിക്കുന്നില്ല. നഹി പരമാർത്ഥ അവധാരണ നിഷ്ഠായ വസ്തുന്തര അസ്തിത്വം പ്രതിപദ്യാമഹേ പറയുന്നു. പരമാർത്ഥ അവധാരണ നിഷ്ഠ, പരമാർത്ഥ അവധാരണ നിഷ്ഠ, ഇതാണ് ആത്മബോധം എന്ന് പറയുന്നത്. ഒറ്റ വാക്കി പറഞ്ഞിരിക്കുകയാണ്. പരമാർത്ഥത്തെക്കുറിച്ചുള്ള അവധാരണം, അവധാരണം എന്ന് വെച്ചാൽ നിശ്ചയം. ഇതാണ്, സമാധിയല്ല. പരമാർത്ഥത്തെക്കുറിച്ചുള്ള അവധാരണ, നിശ്ചയം, അതിലുള്ള നിഷ്ഠ എന്ന് പറഞ്ഞാൽ ആ നിഷ്ഠയെ
വികല്പങ്ങൾ ബാധിക്കാതിരിക്കുക, സംശയാദികൾ ബാധിക്കാതിരിക്കുക. അതാണ് ആത്മബോധം, പരമാർത്ഥ അവധാരണ നിഷ്ഠ. ആ ഒരു നിഷ്ഠയിൽ ആത്മബോധത്തിന് നടത്തും. വസ്തുന്തര അസ്തിത്വം ന പ്രതിപദ്യാമഹേ, മറ്റു എന്തിന്റെയെങ്കിലും ഒന്നിന്റെ പരമാർത്ഥത്വം, അസ്തിത്വം അതവൻ ഗ്രഹിക്കുന്നില്ല. തന്റെ അസ്തിത്വം, അല്ലെങ്കിൽ സർവത്തിനും തന്റെ അസ്തിത്വമുണ്ട്, അത് തന്റെ തന്നെ അസ്തിത്വമാണ്, പരമാർത്ഥമായിരിക്കുന്ന അസ്തിത്വമാണ്. അത് ഞാനെന്നുള്ള ബോധം കൂടാതെ തന്റെ അസ്തിത്വം എന്ന് പറയുമ്പോൾ അവിടെ ഭേദബുദ്ധിയോടുകൂടി പറയുന്നതല്ല, അത് പറയാൻ വേറെ ഭാഷയില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. സ്വസ്വരൂപമായിരിക്കുന്ന അസ്തിത്വം, ആ പരമാർത്ഥത്തിൽ നിന്ന് അന്യമായി എന്താണ് വസ്തുവന്തര അസ്തിത്വം, മറ്റൊരു വസ്തുവിന്റെ അസ്തിത്വത്തെ അവൻ ഗ്രഹിക്കുന്നില്ല. തന്റെ അസ്തിത്വം തന്നെയാണ് സർവവും. ഇവിടെ ചില സ്ഥലത്ത് ബോധം എന്ന് പറയും, സാക്ഷാത് അപരോക്ഷ, അവിടെ ബോധം എന്ന് പറഞ്ഞു, ഇവിടെ അസ്തിത്വം എന്ന് പറഞ്ഞു. രണ്ടും ഒന്ന് തന്നെ. മറ്റൊരു വസ്തുവിന്റെ അസ്തിത്വത്തെ, ഉണ്മയെ, പരമാർത്ഥസ്ഥിതി അവൻ സ്വീകരിക്കുന്നില്ല. ന പ്രതിപദ്യാമഹേ ഏകമേവ അദ്വിതീയം അനന്തരം അബാഹ്യം ഇത് ശ്രുതേഹേ. ഏകമേവ അദ്വിതീയം എന്ന് പറയുന്നതിന്റെ താല്പര്യം അതാണ്. അപ്പോൾ ഈ നാമരൂപാത്മകമായി നാമത്തിലൂടെ അറിയുന്ന വസ്തുക്കൾ, അതിനാണ് നാമരൂപാത്മകം എന്ന് പറയുന്നത്. നാമത്തിലൂടെ അറിയുന്ന വസ്തുക്കൾ, ഏത് വസ്തുവിനെ അറിയണമെങ്കിലും നാമം വേണം. പേരറിയാത്ത ഒരാളിനെ അറിയുമ്പോഴോ അവിടെ പറയുന്നു ഇത് അറിയാൻ വയ്യാത്ത ഒരു വസ്തു, നാമം അവിടെ ഉപയോഗിക്കും. രാമനെന്നോ കൃഷ്ണനെന്നോ ഉപയോഗിക്കില്ലെന്നേ ഉള്ളൂ. ഇതൊരാള്, ഏതെങ്കിലും ഒരു ശബ്ദത്തിലൂടെ വസ്തുവിനെ അറിയാൻ പറ്റും. ഒന്നുമില്ല അത് ഇത്, അല്ലെങ്കിൽ അറിവില്ല, അറിയാം, ജ്ഞേയം അജ്ഞേയം, ഏതെങ്കിലും ശബ്ദത്തിലൂടെ. അതുകൊണ്ടാണ് ശബ്ദത്തിന് പ്രാധാന്യം വരും. അത് ജീവന്റെ ഒരു സവിശേഷതയാണ്. ഒരു വസ്തുവിന്റെ അസ്തിത്വം, എന്തിനും സ്വസ്വരൂപത്തിന്റെ അസ്തിത്വത്തെ പോലെ ഈ ശബ്ദത്തിലൂടെ അറിയുന്നു. അസ്ഥി അറിവ് എപ്പോൾ പ്രവർത്തിക്കുന്നോ അപ്പോൾ ശബ്ദം ഉണ്ടായാലേ തീരും. അല്ലെങ്കിൽ സുഷുപ്തിയിലേക്ക് പോകും, അവിടെ ശബ്ദവുമില്ല, അറിവുമില്ല. ഒന്നിനും ഈ ശബ്ദത്തിലൂടെ അറിയുന്നില്ല. ഏതെങ്കിലും ഒരു വസ്തുവിനെ അറിയുന്നു താൻ അവകാശപ്പെടുകയാണെങ്കിൽ അവിടെ ശബ്ദസഹായത്തിനുണ്ട്. അങ്ങനെ ശബ്ദത്തിലൂടെ അറിയുന്ന വസ്തുക്കളെയാണ് നാമരൂപം എന്ന് പറയുന്നത്. നാമവും രൂപവും എന്ന് വെച്ചാൽ വസ്തുവും എന്നല്ല. അത് ആ വസ്തുക്കളെന്ന് പറയുന്നത് ഈ അറിവിലെ പ്രതീതികളാണ്. പ്രതീതി, പ്രതിഭ എന്നെല്ലാം പറയും. അതാണ് ആ വസ്തുക്കൾ. ആ വസ്തുക്കൾ എന്താണോ അവിടെ അറിവിൽ നിന്ന് അന്യമാക്കാൻ കഴിയുന്നില്ല. ആ വസ്തുക്കളെ അന്യമാക്കാൻ കഴിയുന്നില്ലെങ്കിലും അന്യമായതുപോലെ എന്ന് വെച്ചാൽ അറിവിന് വിഷയമായതുപോലെ അത് വ്യവഹാരത്തിന് വിഷയമാകുന്നു. അതിനെക്കുറിച്ച് പറയാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിനെ ആശ്രയിച്ച് പ്രവർത്തിക്കാനും കഴിയും. പക്ഷെ ശ്രുതി എന്താ പറയുന്നത്? ഏകമേവ അദ്വിതീയം, ഈ അറിവ് തന്നെയാണ്, ഈ അസ്തിത്വം തന്നെയാണ്, രണ്ടാമതൊന്നുമില്ല, ഈ നാമരൂപമായി അനുഭവപ്പെടുന്നതെല്ലാം അത് തന്നെയാണ്. ഈ ബോധം ഉണ്ട് തത്വജ്ഞൻ. തത്വബോധം അതാണ്. അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഈ നാമരൂപങ്ങളെ ആശ്രയിച്ച് വ്യവഹരിക്കുന്നു ജാഗ്രതത്തിലേക്ക്. തത്വജ്ഞാനിക്ക് എപ്പോഴും വ്യവഹാരം ഉണ്ടെന്ന് അർത്ഥമില്ല. സുഷുപ്തിയിൽ അതില്ല. ഇനി ഒരു തത്വജ്ഞാനി ആഗ്രഹിക്കുകയാണ് എനിക്ക് ഈ വ്യവഹാരത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി സമാധിയിലേക്ക് പോകണം, ആഗ്രഹിച്ചാൽ പോകാം. സുഷുപ്തി പോലെ തന്നെ സുഷുപ്തിയിൽ എങ്ങനെയാണോ താൻ ആഗ്രഹിക്കാതെ തന്നെ പോകുന്നു. ഇവിടെ ആഗ്രഹിക്കണമെന്നൊന്നുമില്ല, ആഗ്രഹിച്ചാൽ നടന്നെന്നും വരത്തില്ല. അതിന്റെ വിശേഷതയാണ്. സുഷുപ്തിയും സമാധിയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം അതാണ്. ഇവിടെ ഇരിക്കുന്നവരിൽ ഒത്തിരി പേര് ആഗ്രഹിക്കാതെ തന്നെ സുഷുപ്തിയിലാണ്.
ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കാതെ സമാധി പോകാൻ പറ്റത്തില്ല. അത് പറ്റത്തില്ല. അവിടെ ആഗ്രഹിക്കണം, പ്രയത്നിക്കണം. ആഗ്രഹിച്ച് പ്രയത്നിച്ചാലേ അവിടെ പോകാൻ പറ്റും. അങ്ങനൊരു തത്വം ഞാൻ ആഗ്രഹിക്കുകയാണ്, എനിക്ക് ഇത്തരം വ്യവഹാരങ്ങളൊന്നും വേണ്ട, നാമരൂപങ്ങളെ ആശ്രയിച്ചുള്ള വ്യവഹാരമൊന്നും വേണ്ട, ഞാനിതാ സമാധിയിലേക്ക് പോവുകയാണ് എന്ന് അയാൾക്ക് നിരോധാഭ്യാസത്തിന്റെ ബലമുണ്ടെങ്കിൽ അയാൾക്ക് ഇതിനെ നിരോധിച്ച് സമാധിയിലേക്ക് പോവാം. അതിന് അദ്വൈതം എതിരല്ല. അയാളെ സംബന്ധിച്ച് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഒരവസ്ഥയുടെ സമാധി എന്നർത്ഥം. പക്ഷെ ഒരു തത്വജ്ഞന് അതിന്റെ നിർബന്ധമില്ല. എന്തിനാ അവിടെ പോകുന്നത്? ഈ വ്യവഹാരം ഇല്ലാതാകാൻ. ഉറങ്ങിയാൽ മതി, വ്യവഹാരം ഇല്ലാതാകും. ജാഗ്രതയിൽ വന്നാലോ വ്യവഹാരം അയാൾക്കൊരു ബാധ്യതയല്ല. എന്തുകൊണ്ട്? അയാൾ തത്വബോധത്തിലാണ്. തത്വബോധത്തിലിരിക്കുമ്പോൾ വ്യവഹാരം എന്ന് പറയുന്നത് തത്വജ്ഞാനിക്കൊരു ഭാരമല്ല. എന്തുകൊണ്ട്? അത് പരമാർത്ഥമല്ല, അതതിന്റെ രീതിയിൽ നടന്നുകൊണ്ടിരിക്കും. വ്യവഹാരം അതിന്റെ വഴിക്ക്. അതുകൊണ്ടാണ് പറയുന്നത് തത്വജ്ഞാനി ഒരിക്കലും വ്യവഹാര ഭീരുവല്ല. സമാധി ആഗ്രഹിക്കുന്നവൻ അങ്ങനെയല്ല, അവൻ വ്യവഹാരത്തെ ഭയക്കുന്നവനാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം വിട്ടിട്ട് സമാധി ആഗ്രഹിക്കുന്നു. വ്യവഹാരം അയാളെ അസ്വസ്ഥനാക്കുന്നു. അതുകൊണ്ട് വ്യവഹാരം വേണ്ട, എനിക്കിതെല്ലാം വിസ്മരിച്ച്, അവിടെ വിസ്മരണമാണ് സംഭവിക്കുന്നത്, സമാധിയിരിക്കണം. തത്വജ്ഞൻ അങ്ങനെയല്ല. തത്വജ്ഞൻ പ്രത്യേകിച്ച് സുഷുപ്തിയോ ജാഗ്രതത്തിനെയോ അവിടെ പറയും മരണത്തിനെ ആഗ്രഹിക്കുന്നില്ല, ജീവിതത്തെ ആഗ്രഹിക്കുന്നില്ല, രണ്ടും ആഗ്രഹിക്കുന്നില്ല. രണ്ടിനും പ്രത്യേകിച്ച് അവസ്ഥയില്ല. അതുകൊണ്ട് താൻ സുഷുപ്തിയിലേക്കാണ് പോകുന്നതെങ്കിൽ പൊക്കോട്ടെ, അല്ല ജാഗ്രതത്തിലേക്ക് വരികയാണെങ്കിൽ തത്വബോധത്തിലിരുന്നോട്ടെ. വ്യവഹാരം ചെറുത്ത് പറയുന്നതാണ്, മനോനാശത്തിന് വേണ്ടിയും വാസനാക്ഷയത്തിന് വേണ്ടിയും പരിശ്രമിക്കണം എന്ന് പറയുന്നത്. അത് ശരിയാണ്. ആർക്കാണോ ഈ തത്വബോധത്തിൽ ദൃഢതയില്ലാത്ത അവർക്കത് ആവശ്യമാണ്. തത്വബോധത്തിൽ ദൃഢത കിട്ടുന്നില്ല, വിക്ഷേപങ്ങളുണ്ട്. അവർ മനസ്സിനെ നശിപ്പിച്ച് വാസനയെ ക്ഷയിക്കുന്ന എന്തിന്? സമാധിയിലിരിക്കാൻ വേണ്ടി. തത്വബോധത്തിൽ ദൃഢതയുള്ളവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? വ്യവഹാരം മിഥ്യയാണ്, പരമാർത്ഥമല്ല. എന്താണ്? രജ്ജുവിലെ സർപ്പത്തെ ഓടിക്കാൻ വേണ്ടി മന്ത്രവാദം, വിഷവൈദ്യം, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അതിൻ്റെയൊന്നും ആവശ്യമില്ലല്ലോ. രജ്ജുവിലെ സർപ്പത്തെ ഓടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെയൊന്നും ആവശ്യമില്ല. അവൻ എന്തുകൊണ്ട്? അതുകൊണ്ടാണ് പറയുന്നത് തത്വബോധത്തിൽ അവൻ കൃതകൃത്യനാണ്. കൃതകൃത്യത എന്ന് പറയുന്നതല്ല എനിക്കിനി എന്റെ വാസനയെ ക്ഷേപിക്കണം, എന്റെ മനസ്സിനെ നശിപ്പിക്കണം എന്ന് പറയുമ്പോൾ അവൻ കൃതകൃത്യനാകുന്നില്ല. അവൻ ഇനിയും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അവന് തത്വബോധത്തിൽ ദൃഢതയില്ല. അവന്റെ മനസ്സിൽ വിക്ഷേപങ്ങൾ വരുന്നു. ഇത് സത്യമായി തന്നെ വന്ന് അവനെ ബാധിക്കുന്നു. സുഖദുഃഖങ്ങൾ സത്യമായി ബാധിക്കുന്നു. അവൻ അധീനനാകുന്നു. അതുകൊണ്ട് ഇതൊന്നും വേണ്ട, അതുകൊണ്ട് എനിക്ക് ബോധപൂർവം സമാധി പ്രാപിക്കണം. അവന് പരിശ്രമിച്ചങ്ങനെ പ്രാപിക്കും. ഇവിടെയാണെങ്കിലോ അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ഇത് വെറും പ്രതീതിയാണ്, പരമാർത്ഥമല്ല. തന്റെ തത്വം അത് പരമാർത്ഥരൂപമാണ്, അതിനെ ഇതൊന്നും ബാധിക്കുന്നില്ല. സുഖദുഃഖാദികളോ രാഗദ്വേഷങ്ങളോ കാമക്രോധങ്ങളോ ദ്വന്ദ്വങ്ങളോ എന്തു തന്നെ ഇവിടെ പ്രതീതമായാലും ശരി, അതൊന്നും പരമാർത്ഥത്തെ ബാധിക്കുന്നില്ല. എന്ത് പ്രതീതമായ? എങ്ങനെയാണോ ആകാശത്തിന്റെ മലിനത സ്വച്ഛമായ നിർമ്മലമായ ആകാശത്തെ ബാധിക്കാത്തത്, തന്റെ സ്വച്ഛമായ നിർമ്മലമായ സ്വരൂപത്തെ ഇതൊന്നും ബാധിക്കുന്നില്ല. പിന്നെ അവനെന്തിനാ സമാധിക്ക് വേണ്ടി പോകുന്നു? ആ നിലയിലാണ് അവൻ കൃതകൃത്യനാകുന്നത്. അവന് ചെയ്യാനൊന്നും ശേഷിക്കുന്നില്ല. തന്റെ ബന്ധനത്തെ അഴിക്കാനോ തന്റെ മുക്തിയെ നേടിയെടുക്കാനോ അവനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാനില്ല. അവൻ ആ ദൃഢമായ ബോധമുണ്ട്, അവിചലിതമായ ബോധം. അതിലവൻ സ്ഥിരപ്രതിഷ്ഠനാണ്. അതിനാണ് പറയുന്നത് അവൻ ആത്മനിഷ്ഠനാണ്. ആത്മനിഷ്ഠ എന്ന് പറയുന്നത് അവന്റെ ജാഗ്രതത്തിലെ അനുഭവമാണ്. അവിടെ മറ്റൊന്നിന്റെ ആവശ്യമില്ല.
മറിച്ചാണെങ്കിൽ മറ്റു പലതിൻ്റെയും ആവശ്യം വേണ്ടി വരുന്നു. അവനെന്ത് ചെയ്യുന്നു? ഏകമേവ അദ്വിതീയം അനന്തര ബാഹ്യം. അവനെ സംബന്ധിച്ച് അന്തരമില്ല, ബാഹ്യമില്ല, പലതരത്തിൽ വ്യാഖ്യ. കാര്യമില്ല, കാരണമില്ല, ഉള്ളില്ല, പുറമില്ല. അല്ലേ? താൻ സമാധി എവിടെയാ നേടുന്നത്? തന്റെ ഉള്ളിലാണ് സമാധി. പറയുന്നു, ഞാൻ ഇതെല്ലാം വിട്ട് അങ്ങൊരു സ്ഥലത്ത് അങ്ങനെ സമാധിസ്ഥനായിരുന്നു. അത് ഉള്ളിലാണ് സമാധി, പുറമേ അല്ല. കണ്ണു തുറന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കാണുന്നത്. ഇവിടെ എവിടെയാണ് സമാധി? ഇപ്പോൾ ഉള്ളിൽ പോകണം. അനന്തരബാഹി, ഉള്ളും പുറമില്ലാത്തവനെന്താ സമാധി? അവനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അവനെ സംബന്ധിച്ച് ഒന്നുണ്ടെന്താണ്? ആ ബോധം. ആ ബോധം എന്ന് പറയുന്നത് എല്ലാ ഭേദത്തെയും നിരാകരിക്കുന്ന ബോധമാണ്. ആ ബോധത്തിൽ തന്നെ ഞാൻ, എന്റെ ബോധം, ഞാൻ അറിയുന്ന വിഷയം, അങ്ങനെയൊന്നുമില്ല. എല്ലാത്തിനെയും നിരാകരിക്കുന്ന ആ ബോധത്തിൽ. എന്തുകൊണ്ട്? തത്വത്തിന് ഒരിക്കലും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. തത്വം ഏകരൂപത്തിൽ തന്നെ ഇരിക്കുകയാണ്. വിശേഷമായി എന്താ സംഭവിച്ചത്? തന്നെ തനിക്കൊരു ബോധമുണ്ടായി, ശ്രോതാവിന്. ആ ബോധം എന്താ അവനെ ബോധിപ്പിക്കുന്നത്? നീയും നിന്റെ ബോധവും ഈ തത്വവും ഏകമാണ്. അപ്പം പിന്നെ അവിടെ ഉള്ളെവിടെ, പുറമെവിടെ? പുറമെ നിന്ന് ഉള്ളിലേക്ക് പോകേണ്ട എവിടെ? പരാഞ്ചിഖാനിബത്തിന് സ്വയം. അതൊക്കെ സാധനയെ കുറിച്ച് പറയുന്നതാണ്. മനസ്സിന്റെ ഏകാഗ്രതയ്ക്കും മനസ്സിന്റെ ബലത്തിനുമൊക്കെ ഇവിടെ പറയും. അടുത്ത ബലത്തെക്കുറിച്ച് അതിനൊക്കെ അത്തരമുള്ള അന്തർമുഖതയും സാധനയും യോഗമോ ഏകാഗ്രതയോ സമാധിയോ ഒക്കെ പരിശീലിക്കുന്നതൊക്കെ വേണ്ടതാണ്. തത്വബോധത്തിൽ അതിനൊന്നും യാതൊരു സ്ഥാനവും ഇല്ല. എന്നുവെച്ചാൽ നാമരൂപ വ്യവഹാരകാലേ അവിവേകിന ക്രിയാകാരക ഫലാദി സംവ്യവഹാര നാസ്തി പ്രതിഷിധ്യതേ പറയും. അപ്പോൾ തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞല്ലോ, അവൻ കൃതകൃത്യനാണ്. ആ തത്വബോധത്തിൽ അയാൾക്ക് വ്യവഹാരങ്ങളൊന്നുമില്ല. പിന്നെ ആ തത്വജ്ഞാനി ശരീരപാദം വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യവഹാരങ്ങൾ, അതിന് പറയും ശാസ്ത്രീയമായ വ്യവഹാരങ്ങളെന്ന് പറയും. ആ വ്യവഹാരം അതിനെ വ്യവഹാരമായി കണക്കാക്കുന്നില്ല. എന്നുവെച്ചാൽ അജ്ഞന്റെ വ്യവഹാരത്തിനൊരു അസ്തിത്വമുണ്ട്. ആ അസ്തിത്വം ഇതിലില്ല. തത്വജ്ഞന്റെ അസ്തിത്വം എന്ന് പറയുന്നത് തന്നിലാണ്, തന്റെ വ്യവഹാരങ്ങളിലല്ല. ആ അസ്തിത്വത്തിലാണ് സർവവും നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന് സ്വന്തമായൊരു അസ്തിത്വമില്ല. പക്ഷെ അജ്ഞനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അജ്ഞനെ സംബന്ധിച്ച് ഈ വിവരങ്ങളൊന്നുമില്ല. അവന് ശാസ്ത്രീയമായ വ്യവഹാരമില്ല, ബോധമില്ല. അതുകൊണ്ട് അജ്ഞനെ സംബന്ധിച്ച് വ്യവഹാരങ്ങളെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ ചോദിക്കുന്ന ഇതാണ്, ആത്മാവ് ഏകമാണ്, പരമാർത്ഥമാണ്. പിന്നെ ഈ വ്യത്യാസം എങ്ങനെ വരുന്നു? അജ്ഞനെന്ന് ജ്ഞാനി എന്ന് പറയുന്ന വ്യത്യാസം വരുന്നു. എങ്ങനെയാണ്? അതവന്റെ ബോധത്തെ ആശ്രയിച്ച്. ഏകവും പരമാർത്ഥവുമായിരിക്കുന്ന പറഞ്ഞല്ലോ, അതിനെങ്ങനെ ഈ ബോധവും ബോധമില്ലായ്മയും വരുന്നതിന് ആദ്യമേ സമാനം പറഞ്ഞു. അതതിന്റെ സ്വഭാവം. ബോധമില്ലായ്മയും അതിന്റെ സ്വഭാവം തന്നെ, ബോധവും അതിന്റെ സ്വഭാവം. അതങ്ങനെയാണ്. ഒരു വസ്തു അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പിന്നെ അത് എന്തിനെന്ന് ചോദിക്കരുത്. അർത്ഥമില്ലാത്ത ചോദ്യമാണ്. അഗ്നി എന്താണെന്ന് പ്രകാശം, അതെന്തിനാ പ്രകാശമായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു വിഡ്ഢിത്ത ചോദ്യമാണ്. വിഡ്ഢിത്ത ചോദ്യത്തിന് ഉത്തരം പറയാനുള്ളതല്ല ഇത്. ആധ്യാത്മിക ചിന്ത എന്ന് പറയുന്നു. അഗ്നിയുടെ സ്വഭാവം എന്താണ്? അത് ചൂട്. അതെന്തിനാ ചൂടായിരിക്കുന്നത്? അതൊരു കഴുതയുടെ ചോദ്യമാണ്. അതിന്റെ സമാനം പറയുന്നു. അതിന് സമാധാനമില്ല. എന്തുകൊണ്ട്? ആ ചോദ്യം തന്നെ അസംബന്ധമാണ്. അതുകൊണ്ട് ആ സ്വഭാവം എന്തിനെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അർത്ഥമില്ലാത്തൊരു ചോദ്യമാണ്. അതതിന്റെ സ്വഭാവമാണ്. അത് അജ്ഞാനരൂപത്തിലും ജ്ഞാനരൂപത്തിലും ഇരിക്കുന്നു. അജ്ഞനൻ അത് അജ്ഞാന സ്വഭാവത്തെ കാണിക്കുന്നു. അതുകൊണ്ട് നാമരൂപ വ്യവഹാരകാലേ ഈ നാമരൂപ വ്യവഹാരങ്ങൾ സംഭവിക്കുന്നു. അവിവേകിന, അവിവേകൾക്ക് ക്രിയാ കാരക ഫലാദി സംവ്യവഹാര നാസ്തീതി ന പ്രതിഷ്ഠിതേ. അജ്ഞൻ അങ്ങനെയുള്ള ഒരു വ്യവഹാരമില്ലെന്നോ അജ്ഞനില്ലെന്നോ ഏകമേവ അദ്വിതീയോ എന്ന് പറഞ്ഞുകൊണ്ട് ജ്ഞാനി അജ്ഞാനി എന്നുള്ള ഭേദമില്ലെന്നോ ഗുരു ശിഷ്യൻ എന്നുള്ള ഭേദമില്ലെന്നോ
ശാസ്ത്രം, ഉപദേശം, സാധന, സിദ്ധി ഇങ്ങനെയുള്ള ഭേദങ്ങളിൽ നിന്നും ഒന്നും പറയുന്നില്ല. അജ്ഞനെ സംബന്ധിച്ച് ഈ ഭേദങ്ങളെല്ലാം പരമാർത്ഥത്തെ തന്നെയാണ്. ജ്ഞാനിയെ സംബന്ധിച്ച് ഈ ഭേദമെല്ലാം മിഥ്യാവ്യവഹാരമാണ്. ഈ വ്യത്യാസത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. തസ്മാത് ജ്ഞാനാജ്ഞാനെ അപേക്ഷ സർവസംവ്യവഹാര ശാസ്ത്രീയോ ലൗകികസ്ഥ. അതുകൊണ്ട് ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ജ്ഞാനം, മറ്റൊന്ന് അജ്ഞാനം. ഇതിനെ അപേക്ഷിച്ചിട്ടാണ് സർവ്വവ്യവഹാരങ്ങളും നടക്കുന്നതെന്ന്. ജ്ഞാനവ്യവഹാരം എന്ന് പറയുന്നത് എന്താണ്? ആർക്കായാലും ശരി. ഇവിടെ പറയും സർവവാദി നാം അപരിഹാരിക പരമാർത്ഥ സംവ്യവഹാര പരമാർത്ഥ സംവ്യവഹാരകൃതോ വ്യവഹാരം. ഒരു പാരമാർത്ഥികമായ ഒരു വ്യവഹാരം, മറിച്ച് വ്യാവഹാരികമായൊരു വ്യവഹാരം, ശാസ്ത്രീയമായൊരു വ്യവഹാരം അല്ലാത്തവർ എന്ന് വെച്ചാൽ അജ്ഞന്റെ വ്യവഹാരം, ജ്ഞാനിയുടെ വ്യവഹാരം, ഇതെല്ലാവർക്കും അംഗീകരിച്ചേ പറ്റും. ഈ ഒരു ഭേദത്തെ തത്വജ്ഞാനിയുടെ വ്യവഹാരം എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ബോധത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള മിഥ്യാവ്യവഹാരം. അജ്ഞന്റെ വ്യവഹാരം എന്താണ്? ഇത്തരം ഒരു ബോധത്തെ ആശ്രയിക്കാതെയുള്ള സത്യവ്യവഹാരം. അയാളെ സംബന്ധിച്ചെല്ലാം സത്യമാണ്. അയാൾ വാശിയോടെ പറയും ഇതെല്ലാം സത്യമാണ്, ഇതിനപ്പുറം ഒരു സത്യമില്ല, ഇത് ഞാൻ പ്രത്യക്ഷമായി അനുഭവിക്കുന്നതാണ്, അങ്ങനെ അല്ലാത്ത ഒന്നിനെ എനിക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് ഞാൻ യുക്തിവാദിയാണ്, ഞാൻ നിരീശ്വരവാദിയാണ്, ഞാൻ നാസ്തികനാണ്. സത്യവ്യവഹാരം അയാളുടെ അനുഭവത്തെ തന്നെയാണ് പറയുന്നത്. അവിടെ നിങ്ങൾ അയാളെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ അനുഭവത്തെ ആയിരിക്കും ചോദ്യം ചെയ്യുന്നത്. അത് ശരിയല്ല. കാരണം സ്വന്തം അനുഭവം, സത്യമെന്നുള്ള അനുഭവത്തെ എങ്ങനെ വേറൊരാൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്നു? നാസ്തികന്റെ അനുഭവം എന്ന് പറയുന്നത് അത് അയാളുടെ സത്യമായ അനുഭവമാണ്. അതിന് മറ്റൊരാൾക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല. അതുകൊണ്ട് അജ്ഞന്റെ വ്യവഹാരം അങ്ങനെ സത്യവ്യവഹാരം നടന്നു പോകും. തത്വജ്ഞന്റെ വ്യവഹാരം അങ്ങനെയല്ല. അവൻ അതിൽ നിന്ന് മാറുന്നു. അവന്റെ വ്യവഹാരം ശാസ്ത്രീയമാണ്, ഉപദേശജന്യമാണ്, ശാസ്ത്രജന്യമാണ്. അവനെങ്ങനെയാണ് വിവരിക്കുന്നത്? ശ്രവണം, മനനം, നിധിധ്യാസനം, ഈ രൂപത്തിലാണ് അവന്റെ വ്യവഹാരം. എന്തിനെ സംബന്ധിച്ചുള്ള? സ്വതത്വത്തെ സംബന്ധിച്ചുള്ള, പരമാർത്ഥ തത്വത്തെ സംബന്ധിച്ചുള്ള വ്യവഹാരം. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ആ വ്യവഹാരം തുടരുന്നു. പക്ഷെ അവൻ മനസ്സിലാക്കുന്നു എല്ലാ വ്യവഹാരങ്ങളും മിഥ്യാവ്യവഹാരമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ തരത്തിലുള്ള ഭേദം ഇതിങ്ങനെ ലോകാവസാനം വരെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിന് മാറ്റം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തത്വജ്ഞന്റെ വ്യവഹാരം, ഭേദകൃതമായ വ്യവഹാരം, അത് അദ്വൈത ബോധം കൊണ്ടില്ലാതാകുന്നില്ല. അതാണ് ഇവിടെ പറയുന്നതിന്റെ സാരം. ശ്രീ ഗുരുഭ്യോ നമഃ.